എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പ്രജുല, മലപ്പുറമാണ് സ്വദേശം. ഹയർ സെക്കൻഡറി അധ്യാപികയായിട്ട് വർക്ക് ചെയ്യാണ്. ഇപ്പോൾ ട്രെയിനർ കോഴ്സിന്റെ 10th ബാച്ചിലാണ് ഉള്ളത്. വിമ്പിൾ അക്കാദമി എല്ലാ തിങ്കളാഴ്ചയും 7 മണി മുതൽ 8 മണി വരെ നടത്തുന്ന ഒരു വെബിനാർ സീരീസിലാണ് നമ്മൾ എല്ലാവരും ഇപ്പോൾ ഉള്ളത്. ഈ ഒരു പ്രോഗ്രാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഒരു കോഴ്സ് പൂർത്തിയാക്കിയ ആളുകളാണ് ഇവിടെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ എത്തുന്നത് എന്നുള്ളതാണ്. അതുപോലെ ഇതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കിൽ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഈ ഒരു ആശയവിനിമയം വളരെ നന്നായി ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്ന ആളുകളെ വളരെ ഒരു ബഹുമാനപൂർവ്വം എല്ലാവരും നോക്കി നിൽക്കുന്നത് കാണാറുണ്ട്. പലപ്പോഴും എനിക്കും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. വളരെ ഫ്ലുവൻ്റ് ആയി സംസാരിക്കുന്ന ആളുകളെ കാണുമ്പോൾ ഇങ്ങനെയെല്ലാം സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു പ്രോഗ്രാമിന് ചേർന്നത്. എന്തായാലും ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്നുള്ളതാണ്. പലപ്പോഴും വളരെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുടെ എണ്ണം കൂടുന്നത് ആരോഗ്യ മേഖലയുടെ ഒരു വളർച്ചയായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല. അത് ആരോഗ്യമാണ് വേണ്ടത്, അല്ലാതെ എങ്ങനെയുള്ള സ്ഥാപനങ്ങളെക്കാളും പലപ്പോഴും നമ്മളുടെ തെറ്റായ ഒരു ജീവിത ശൈലിയാണ് ഇങ്ങനെയുള്ള അസുഖങ്ങൾക്കെല്ലാം കാരണമാവാറുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ആരോഗ്യകരമായ ജീവിത ശൈലി പിന്തുടരേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മളോട് ഇന്ന് ഈ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നത് അജ്മി മാം ആണ്. അവർ ഒരു ടീച്ചറാണ്, കൗൺസിലറാണ്. മാമിനെ വളരെ ബഹുമാനപൂർവ്വം ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും വളരെ സ്നേഹപൂർവ്വം ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളോട് സംസാരിക്കുന്നതിനായി വിമ്പിൾ അക്കാദമിയുടെ മാസ്റ്റർ ട്രെയിനറായ ഫൈസൽ സാറെ വളരെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. താങ്ക് യു പ്രജുല മാം. വളരെയധികം സന്തോഷമുണ്ട്. ആൻഡ് ഹലോ എവ്രിവൺ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സോ നമ്മുടെ ട്രെയിനേഴ്സ് ടോക്ക് സീരീസിന്റെ 3ാമത്തെ വെബിനാറിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇന്ന് നമ്മളോട് സംസാരിക്കാൻ നമുക്ക് ഫസ്റ്റ് ബാച്ച് ട്രെയിനിങ്ങിൽ നിന്നുള്ള അജ്മിയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് അജ്മി ഇന്ന് എത്തിയിട്ടുള്ളത്. സോ എല്ലാവരും കേൾക്കുക. വളരെയധികം സന്തോഷം. സോ അജ്മി, വെൽക്കം. Thank you, sir. സ്റ്റാർട്ട് ചെയ്യണ്ട അജ്മി, സ്റ്റാർട്ട് ചെയ്തോളൂ. Okay, thank you, sir. Okay, ഞാൻ ഈ പോസ്റ്റർ എല്ലാം ഇവിടെ സ്റ്റാറ്റസ് ആയിട്ട് ഇട്ട് കഴിഞ്ഞപ്പോ പലരും എന്നോട് ചോദിച്ചു എന്തിനെങ്കിലും പ്രൊമോഷൻ ആണോ എന്ന്. അപ്പോ പ്രൊമോഷൻ അല്ല, ഞാൻ തുടക്കത്തിൽ തന്നെ പറയാണ്, ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ തന്നെ ചെയ്തിട്ടുള്ള, എനിക്ക് വിജയിച്ചിട്ടുള്ള കുറച്ച് ടിപ്സ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിനെനിക്ക് അവസരം തന്ന ഫൈസൽ സാറിനും അക്കാദമിക്കും വളരെയധികം താങ്ക്സ്. ഞാൻ ഈ ഒരു അക്കാദമിയിലെ ആദ്യത്തെ ട്രെയിനേഴ്സ് ട്രെയിനിങ്ങിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു. ഇവിടെ തന്നെ ഇപ്പൊ 2ാമത്തെ ക്ലാസ് ആണ് എനിക്ക് കിട്ടുന്നത്. അന്ന് വേറൊരു സബ്ജക്ട് എടുക്കാൻ അവസരം കിട്ടി. ഓക്കെ, ആദ്യം തന്നെ എനിക്ക് ഈ അവസരം തന്നതിന് നന്ദി അറിയിച്ചുകൊണ്ട് തുടങ്ങാം. ഓക്കെ, നമുക്ക് ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈല് കൊണ്ട് നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങള്, ചെറിയ പ്രായത്തിൽ തന്നെയുള്ള ഷുഗർ രോഗങ്ങള്, ഷുഗർ, പ്രഷർ, ഹൈ പ്രഷർ, ഹൈ ഷുഗർ, അങ്ങനെയുള്ള ഒരുപാട് ജീവിതശൈലി രോഗങ്ങളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രശ്നം എന്താണെന്ന് തിരിച്ചറിയുന്നതാണ്, അല്ലെങ്കിൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയി നമ്മുടെ നമ്മൾ ജീവിച്ച അത്രയും നാൾ സമ്പാദിച്ചതും ഒരു ഹോസ്പിറ്റലിലേക്ക്
കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പൊ ബുദ്ധിപൂർവ്വം നമുക്ക് മാറ്റാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു ജീവിത ശൈലിയിലേക്ക് എത്താനും നമുക്ക് സെൽഫ് റെസ്പെക്ട് ഉണ്ടാവാനും ഒക്കെ അത് സഹായിക്കും. അത് അനുഭവിച്ചറിഞ്ഞ ഒരാളാണ് ഞാൻ. അപ്പോ നമുക്ക് ആദ്യം ഇപ്പോഴത്തെ പ്രശ്നം എന്താന്ന് അറിഞ്ഞിട്ട് അതിന് പരിഹാരം തേടാം. ഇപ്പോഴത്തെ എല്ലാവരും വർക്കിംഗ് ആണ്. വർക്കിംഗ് ആവുമ്പോൾ എല്ലാവരും രാവിലെ ഭയങ്കര തിരക്കിലായിരിക്കും. ഓഫ് കോഴ്സ് എല്ലാവരും തിരക്കിലായിരിക്കും. അപ്പോൾ തിരക്കിലാവുന്നതനുസരിച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മിക്കവാറും എല്ലാവരും സ്കിപ്പ് ചെയ്യും. അങ്ങനെ സ്കിപ്പ് ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോൾ പിന്നെ ഒരു ഉച്ചയ്ക്ക് സമയത്ത് നമുക്ക് ലഞ്ച് കഴിക്കുന്ന സമയം, ആ ഒരു സമയത്ത് ഓവറായിട്ട് നമ്മൾ കഴിക്കും. കാരണം എന്താ, രാത്രി മുതലുള്ള ഉറക്കം കഴിഞ്ഞിട്ട് മുതലുള്ള വിശപ്പിനുള്ള ഫുഡ് കഴിക്കും. അത് ക്വാണ്ടിറ്റി ഇല്ല, നമുക്ക് ക്വാണ്ടിറ്റി ഒന്നും നോക്കാനുള്ള ഒരു ഇതില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈവനിങ് തുടങ്ങി നമ്മുടെ ഫുഡിങ് സ്റ്റാർട്ട് ചെയ്യാണ്. ഫ്രൈഡ് ഐറ്റംസ് ആയിട്ടും ഹൈ കലോറി ഫുഡ് ആയിട്ടും നമ്മളിങ്ങനെ നമ്മുടെ സ്റ്റൊമക്കിനെ ഇങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ എന്ത് സംഭവിക്കുന്നോ ഒക്കെ നമ്മൾ പിന്നെ ചിന്തിക്കാൻ പോകുന്നത്, പിന്നെ എന്നാണോ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമായി, നമ്മുടെ സിസ്റ്റത്തിന് എന്തെങ്കിലും ഒരു ഒരു എറർ വന്നു കഴിയുമ്പോഴാണ് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോഴായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്ന ഏതെങ്കിലും ഒരു ജീവിതശൈലി രോഗത്തിന് നമ്മൾ അടിമപ്പെട്ടു എന്ന്. അത് വരാതിരിക്കാൻ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നോക്കിപ്പോയി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നമുക്ക് പറ്റുന്ന സാഹചര്യത്തിൽ ഇപ്പോ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ ഇത്ര നാളും ചെയ്തതിനെ നമുക്കൊന്നും മാച്ചു കളയാനൊന്നും പറ്റില്ല. പക്ഷെ മുന്നോട്ട് പോകുന്ന ഹലോ കണ്ടിന്യൂ ചെയ്തോളൂ അജ്മി, കണ്ടിന്യൂ ചെയ്തോളൂ. അപ്പോ ഇപ്പോ എന്താണോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് മാറ്റം വരുത്തി നമുക്ക് ഒരു ഗുഡ് ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ശരീരത്തിന്റെ ആവശ്യം അറിഞ്ഞ് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. കിട്ടുന്നതെല്ലാം നമ്മുടെ എല്ലായിടത്തും കാണുന്ന ഭക്ഷണങ്ങളെല്ലാം കിട്ടുന്നതെല്ലാം ടേസ്റ്റ് നോക്കി ഇവിടെ കിട്ടുന്ന ഭക്ഷണമല്ല നാളെ അടുത്ത ഭക്ഷണത്തെ തേടി പോകുന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. പക്ഷെ ഈ ട്രെൻഡാണ് നമ്മളെ നാളെ രോഗിയാക്കുന്നത്. ആ ഒരു ട്രെൻഡിനനുസരിച്ച് പോകാതെ നമ്മുടെ ശരീരത്തിന്റെ നീഡ് എത്രയാണ്, നമുക്ക് എത്ര ഭക്ഷണം ആവശ്യമുണ്ട്, ഇതൊക്കെ അറിഞ്ഞാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ നമ്മൾ എല്ലാ സമയത്തും നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റും. നമ്മൾ എന്നും ആഗ്രഹിക്കുന്നുണ്ട് കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ എന്നും എല്ലാവരും യൗവനത്തിലായിരിക്കില്ല, വാർദ്ധക്യത്തിലേക്ക് പോകും. അങ്ങനെ ഒരു സമയത്ത് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ എത്തിച്ചേരാൻ നമ്മുടെ ജീവിതശൈലി ഒരിക്കലും ഒരു കാരണമാവരുത്. ഓക്കെ, അപ്പൊ നമ്മൾ എഴുന്നേക്കുന്ന സമയം മുതലുള്ള ഒരു ചെറിയ പ്ലാനിങ്ങിലൂടെ നമുക്ക് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിനെ മാറ്റാൻ പറ്റും. അതിന് ആദ്യത്തെ കാര്യമാണ് നമ്മുടെ നന്നായി വെള്ളം കുടിക്കുക എന്നുള്ളത്. നന്നായിട്ട് വെള്ളം കുടിക്കണം, അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. നമ്മളെല്ലാവരും കുറച്ച് കഴിക്കുന്നതും വെള്ളമാണ്, പക്ഷെ കഴിക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്, കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, ഹൈ കലോറി ഹൈ ഷുഗറി ആയിട്ടുള്ള. നമ്മുടെ ഒരു ദിവസം എത്ര കലോറി നമ്മൾ ഫുഡ് കഴിക്കണോ ആ കലോറി മൊത്തം നമ്മൾ ഒരു നേരം കഴിക്കുന്ന ഒരു ഡ്രിങ്കിൽ നമ്മൾ കഴിക്കും. നമ്മൾ ആ ഡ്രിങ്കിന് എത്ര കലോറി എനർജി ഉണ്ടെന്നോ ഒന്നും അറിഞ്ഞിട്ടല്ല നമ്മൾ ഫുഡ് കഴിക്കുന്നത്. ജസ്റ്റ് നമ്മൾ അത് കുടിക്കുന്നത് നമുക്ക് കിട്ടുന്നു, അതിന്റെ ടേസ്റ്റ് വൈസ് നമ്മൾ അതങ്ങ് കുടിക്കുന്നു. അതിന്റെ കൂടെ നമ്മൾ അതിനേക്കാളും കലോറി കൂടുതലുള്ള ഫുഡും കഴിക്കുന്നു. അങ്ങനെ ചെയ്യാതെ നമ്മൾ എപ്പോഴും നല്ല തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ ശുദ്ധമായ പച്ചവെള്ളം നന്നായിട്ട് നമ്മുടെ ശരീരത്തിന്റെ വെയിറ്റ് എത്രയാണോ, നമ്മുടെ ബോഡി വെയിറ്റ് എത്രയാണോ അതിന് ഇപ്പോ നമ്മൾ ഒരു 60 kg ഉള്ള ഒരാള് ഒരു 3 ലിറ്റർ വാട്ടർ നമ്മുടെ ബോഡി വെയിറ്റിനെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണോ കിട്ടുന്നത് അത്രയും വെള്ളം ഒരു ദിവസം കുടിക്കണം. അതൊരിക്കലും ഈവനിങ് കഴിഞ്ഞിട്ട് കുടിക്കാൻ പാടില്ല എന്നാണ്. ഓക്കെ, അപ്പൊ നമുക്ക് മോർണിംഗ് മുതൽ ഒരു റുട്ടീൻ ആയിട്ട് എങ്ങനെ ഫോം ചെയ്യാമെന്ന് നോക്കാം. രാവിലെ എഴുന്നേറ്റ് വരുന്ന ആദ്യം തന്നെ നമുക്ക് എത്ര കൺസ്യൂം ചെയ്യാൻ പറ്റുമോ അത്രയും വെള്ളം കുടിക്കണം. രാവിലെ എഴുന്നേറ്റ് വരുന്ന വഴിക്ക് നമ്മൾ രാത്രി ബ്രഷ് ചെയ്തിട്ട് കിടന്നിട്ട് രാവിലെ എഴുന്നേറ്റ് അങ്ങനെ തന്നെ കുടിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ബാക്ടീരിയാസ്, നമ്മുടെ വയറിന് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ബാക്ടീരിയാസ് കൂടി നമുക്ക് കിട്ടും എന്നാണ് പറയുന്നത്. പക്ഷെ അത് നമുക്ക് അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല. നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ കംഫർട്ടബിൾ അനുസരിച്ച് നമുക്ക് എത്ര വെള്ളം കുടിക്കാൻ പറ്റുമോ അത്രയും വെള്ളം നമ്മൾ കുടിക്കണം. അത്രയും വെള്ളം കുടിച്ചിട്ട് എന്തെങ്കിലും ഒരു ഫിസിക്കൽ എക്സസൈസ്,
അപ്പൊ നമ്മൾ രാവിലെ എഴുന്നേറ്റ് മുസ്ലിംസ് ആണെങ്കിൽ നമസ്കരിക്കുന്നുണ്ട്. അപ്പോൾ നമസ്കാരം കഴിഞ്ഞ് അല്ലെങ്കിൽ എന്താണോ നമ്മുടെ റുട്ടീൻ എന്ന് പറയുന്നത്, ആ റുട്ടീനിനകത്ത് ഒരു ഹാഫ് ആൻ അവർ നമ്മുടെ ശരീരം വേർക്കുന്ന ഒരു എക്സസൈസ്, നടക്കുകയോ ഓടുകയോ അല്ലെങ്കിൽ ചെറിയ വർക്കൗട്ടുകൾ എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ അതിനെ നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണം. അത് കഴിഞ്ഞ് നമുക്ക് ഒരു റെസ്റ്റ് കഴിഞ്ഞ് പിന്നെ വീട്ടിലെ കാര്യങ്ങൾ കഴിഞ്ഞ് ഉറപ്പായിട്ടും 8 മണിക്ക് 8:30-ക്കുള്ളിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടാവണം. 8 മണിക്ക് 9 മണി ആ ഒരു ടൈം വിട്ടു പോകരുത്. കാരണം നമ്മൾ ഫാസ്റ്റ് ചെയ്യാണ്, രാത്രി മൊത്തം നമ്മൾ ഫുഡ് കഴിക്കാണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അത്രയും സമയം ഫുഡ് കഴിക്കാണ്ടിരുന്നിട്ട് നമ്മുടെ ശരീരം ഫുഡിന് വേണ്ടിയിട്ട് നോക്കിയിരിക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ ഫുഡ് എത്രമാത്രം കഴിക്കണം എന്നുള്ളത് അതിന്റെ ഏറ്റവും സ്റ്റാർട്ടിങ്. നമ്മൾ പണ്ട് പറയും എന്താ, രാവിലെ രാജാവിനെ പോലെ, ഉച്ചയ്ക്ക് മന്ത്രിയെ പോലെ, രാത്രി ഭൃത്യനെ പോലെ ആഹാരം കഴിക്കണം എന്ന്. അപ്പൊ അതുപോലെ രാവിലെയാണ് ഏറ്റവും നന്നായി ഭക്ഷണം കഴിക്കേണ്ടത്. എന്ന് വെച്ചാൽ രാവിലെ ബിരിയാണി കഴിക്കണം എന്നല്ല, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തില് പ്രോട്ടീന്റെ കണ്ടന്റ് ഉൾപ്പെടുന്ന ഭക്ഷണം. നമ്മൾ പ്രോട്ടീൻ ഡ്രിങ്ക്സ് ഒന്നും വാങ്ങി കുടിക്കാനല്ല, നമ്മള് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ചെറുപയർ, കടല അങ്ങനെയുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ സാമ്പാർ കഴിക്കുകയെങ്കിൽ അതിനകത്തുണ്ട് കുറെ പ്രോട്ടീന്റെ അംശം നമുക്ക് കിട്ടും. അതുപോലെ നല്ല രീതിയിൽ എന്താ പ്രോട്ടീൻ ഉള്ള ഒരു ഐറ്റം ആണ് മുട്ട. അപ്പൊ മുട്ട അതുപോലെ എന്തെങ്കിലും ഉൾപ്പെടുത്തി അരി ആഹാരം ഏറ്റവും ചെറിയ രീതിയിൽ കഴിച്ചിട്ട് ഇങ്ങനെയുള്ള ഫുഡ് നമ്മൾ കൂടുതലായിട്ട് കഴിക്കുക. അപ്പോ നമ്മുടെ രാവിലെ നല്ലൊരു തുടക്കം നമ്മുടെ ശരീരത്തിന് ലഭിക്കും. അത് കഴിഞ്ഞിട്ട് 10 മണി 10:30 ആകുമ്പോൾ നമുക്ക് അതിന്റെ ഇടയ്ക്ക് നമുക്ക് വെള്ളം കുടിക്കാം. ഭക്ഷണം കഴിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് വെള്ളം കുടിക്കണം എന്നാണ്. അത് കഴിഞ്ഞ് പിന്നെ ഭക്ഷണം കഴിഞ്ഞാൽ 1 മണിക്കൂർ ശേഷമേ വെള്ളം കുടിക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ ശരീരത്തിന്റെ നമ്മുടെ വയറിനുള്ളിൽ ദഹിക്കാൻ നടക്കുന്ന ഒരു പ്രവർത്തനം ഒരു അഗ്നി പോലെയാന്നാ പറയുന്നത്. അത്രയും ചൂടുള്ള ഒരു പ്രവർത്തനമാണ്. ആ സമയത്ത് നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ അതിന് അവിടെ ഒരു പ്രശ്നം വന്നിട്ടാണ് നമുക്ക് ഗ്യാസ് ട്രബിൾ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ വെള്ളം കുടിക്കുന്ന സമയവും ഒന്ന് നിയന്ത്രിച്ച് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു റുട്ടീൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. ആ റുട്ടീനിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ പണി. അത് കഴിഞ്ഞ് ഒരു 10 മണി 10:30 ആകുമ്പോൾ നമുക്കൊരു ചെറിയ ആഹാരം കഴിക്കാം. അത് എന്ന് വെച്ച് പൊരിച്ചതൊന്നുമല്ല, നമ്മുടെ ലൈഫിനെ എണ്ണ പൊരിച്ച ആഹാരത്തെ നമ്മൾ ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത്. വല്ലപ്പോഴും ഒരു മാസത്തിൽ 1 പ്രാവശ്യം 2 പ്രാവശ്യം നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫ്രൈഡ് ആയിട്ടുള്ള ഒരു ഫുഡ് കഴിക്കുക എന്നുള്ളതല്ല, അത് നമ്മുടെ വീട്ടിൽ നല്ല എണ്ണയിൽ നമ്മളായിട്ട് പൊരിച്ച് കഴിക്കുക. അല്ലെങ്കിൽ പഞ്ചസാര നമ്മുടെ ലൈഫിനെ ഒഴിവാക്കുക. 5 വിഷങ്ങൾ നമ്മൾ കഴിക്കുന്നുണ്ടെന്നാ പറയുന്നത്. 5 പോയിസൺസ്. അതിനകത്ത് ഒന്നാമത്തെ ആണ് പാസ്ചറൈസ്ഡ് മിൽക്ക്. പാസ്ചറൈസ്ഡ് മിൽക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് പാക്കറ്റ് പാല്, അത് പാസ്ചറൈസ്ഡ് ആണ്. എന്താ പാസ്ചറൈസേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹൈ ടെമ്പറേച്ചറിലേക്ക് തിളപ്പിച്ചിട്ട് പെട്ടെന്ന് തണുപ്പിക്കുന്നു. അപ്പൊ അത് കുറച്ച് നാളത്തേക്ക് അതിന്റെ ലൈഫ് നിൽക്കും. അതിനു വേണ്ടിയിട്ടാണ് പാസ്ചറൈസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു പാസ്ചറൈസേഷൻ കൊണ്ട് അതിനകത്ത് പ്രോട്ടീൻ കണ്ടന്റ്, അതുപോലെ നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ വൈറ്റമിൻസ് കാര്യങ്ങളെല്ലാം ഡെഡ് ആയി പോവാണ്. പിന്നെ നമുക്ക് കിട്ടുന്നത് ജസ്റ്റ് ഫാറ്റ് മാത്രമുള്ള മിൽക്കിന്റെ കണ്ടന്റ് ആണ്. അതൊരു തരത്തില് അതിന്റെ ഓവർ യൂസ് പോയിസൺ ആണ്. സെക്കൻഡ് വൺ ഷുഗർ ആണ്. ഷുഗർ ഉറപ്പായിട്ടും പോയിസൺ തന്നെയാണ്. നമ്മൾ എത്രമാത്രം ഷുഗർ കുറച്ച് കഴിക്കാവോ അത്രമാത്രം നമുക്ക് ലൈഫ് മുന്നോട്ട് കുറച്ചുകൂടി നമുക്ക് ജീവിക്കാൻ പറ്റുന്നതാണ്. കാരണം അത്രയ്ക്കും നമ്മളെ കില്ല് ചെയ്യുന്ന ഒരു പോയിസൺ ആണ് ഷുഗർ. അതുപോലെ സോൾട്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾക്ക് ഉണ്ടെങ്കിലും ഏറ്റവും കുറഞ്ഞ എമൗണ്ടിൽ മാത്രമേ നമ്മൾ സോൾട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് 3-മത്തെ. 4-മത്തെ പോയിസൺ ആണ് മറ്റേ പോളിഷ്ഡ് റൈസ്, വൈറ്റ് റൈസും നമ്മൾക്ക് സാധാരണ കിട്ടുന്ന അരി, നമ്മൾ കൊയ്തെടുക്കുന്ന അരിയുടെ മുകളിലുള്ള ഫുൾ തവിടിന്റെ കണ്ടന്റിനെ കളഞ്ഞിട്ടുള്ള പോളിഷ്ഡ് ആയിട്ട് കിട്ടുന്ന റൈസിനകത്ത് സ്റ്റാർച്ച് അല്ലാതെ നമ്മുടെ ശരീരത്തിന് ഗുണമുള്ള ഒന്നും ഇല്ല, കാർബോഹൈഡ്രേറ്റ് മാത്രം. അതിപ്പോ അരിയിൽ കൂടുതലായിട്ടുള്ളത് കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റ് നമുക്ക് ആവശ്യം എനർജിക്കാണ്. എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ സെഡൻഡറി ആണ്. ഒരു സ്ഥലത്ത് ഇരുന്നുള്ള ജോലിയാണ് കൂടുതൽ. അല്ല, കൂടുതൽ ജോലി ചെയ്യുന്ന ആൾക്ക് അതിനനുസരിച്ച് കൂടുതൽ കഴിക്കാം. പക്ഷെ ചെറിയൊരു ജോലി ചെയ്യുന്ന ഒരാള് കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ചെല്ലുമ്പോൾ അയാൾക്ക് കൂടുതൽ എനർജി കിട്ടും. പക്ഷെ ആ എനർജി മൊത്തം അയാൾ യൂസ് ചെയ്യാതിരിക്കുമ്പോൾ അത് അയാളുടെ ശരീരത്തിൽ ഫാറ്റ് ആയിട്ട് ഡിപ്പോസിറ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഓവർ വെയിറ്റ് ആവുന്നത്. ഓവർ വെയിറ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അൺഹെൽത്തി ആയി.
ഒരു അൺഹെൽത്തി രൂപമാണ് ഒരു ഓവർ വെയിറ്റ് ബോഡി. അത് ഇല്ലാതിരുന്നാൽ മാത്രമാണ് നമുക്ക് ഒരു ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇനി അപ്പൊ ഫ്രൈഡ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും നമ്മൾ ലൈഫിൽ ഉപയോഗിക്കാതിരിക്കുക, ഡെയിലി ഉപയോഗിക്കാതിരിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ച്, അതുവരേക്കും നമ്മൾക്ക് കുടിക്കേണ്ടതിന്റെ ഒരു ഹാഫ് പോർഷൻ എങ്കിലും വെള്ളം കുടിച്ച് തീർക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇത് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോ ഞാൻ ചെയ്തിട്ടുള്ള എനിക്ക് ഒരു ഗുണമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വാച്ച് നമുക്ക് നല്ല ഹെൽപ്ഫുള്ളാ. ഈ വാച്ചിനകത്ത് നമ്മളൊരു വാട്ടർ റിമൈൻഡർ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ മണിക്കൂറിലും വാച്ച് നമ്മളെ റിമൈൻഡ് ചെയ്യിക്കും, ഡ്രിങ്ക് വാട്ടർ എന്ന്. അപ്പൊ നമുക്ക് ഓരോ ഗ്ലാസ് വെള്ളം ആ സമയത്ത് കുടിച്ചു കഴിഞ്ഞാൽ ഒരു 6 മണിക്കുള്ളിൽ തന്നെ നമുക്ക് വെള്ളം കുടിച്ച് തീർക്കാൻ പറ്റും. അത് കഴിഞ്ഞ് പിന്നെ ലഞ്ച് കഴിക്കുമ്പോഴാണെങ്കിലും നമ്മുടെ പ്ലേറ്റ് എത്രയാണോ ആ പ്ലേറ്റിന്റെ 25% ചോറായാലും ചപ്പാത്തി ആയാലും ബ്രെഡ് ആയാലും അങ്ങനെയുള്ള കാർബോഹൈഡ്രേറ്റിന്റെ അരി ഗോതമ്പിന്റെ കണ്ടന്റ് കുറച്ചിട്ട് വെജിറ്റബിൾസ്, അത് വേവിച്ചതും വേവിക്കാത്തതും, പിന്നെ പ്രോട്ടീൻ കണ്ടന്റ്, അങ്ങനെ എല്ലാം ഉൾപ്പെടുന്ന ഒരു പ്ലേറ്റ് ആയിരിക്കണം നമ്മുടെ ഫുഡ് പ്ലേറ്റ് ലഞ്ചിന്റെ. അത് കഴിഞ്ഞ് പിന്നെ ഈവനിങ്ങിലേക്ക് വരുമ്പോൾ അതിന്റെ ഇടയ്ക്കാണെങ്കിലും നമുക്ക് ഫുഡ് കഴിച്ച് 1 മണിക്കൂർ കഴിഞ്ഞ് വെള്ളം കുടിക്കാം. 4 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് ചെറിയ എന്തെങ്കിലും ആഹാരം കഴിക്കാം നമ്മുടെ വിശപ്പിനനുസരിച്ച്. ശരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് എനിക്ക് ഇത്ര നേരം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നുള്ളത് നിർബന്ധം പോലെയല്ല ലഞ്ച് അല്ലെങ്കിൽ ഈവനിങ് സ്നാക്ക് എന്ന് പറയുന്നത്. നമുക്ക് വിശപ്പുണ്ടെങ്കിൽ കഴിച്ചാൽ മതി. വിശക്കുന്ന ഒരാളാണെങ്കിൽ, അങ്ങനെ ശീലിച്ച ഒരാൾക്കാണെങ്കിൽ 4 മണിയാകുമ്പോഴത്തേക്കും വിശക്കും. അപ്പൊ എന്തെങ്കിലും പൊരിക്കാത്ത ആഹാരങ്ങൾ നമുക്ക് കഴിക്കാം. നമ്മൾ പണ്ടൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന അവല് അതുപോലെയുള്ള ഭക്ഷണമൊക്കെ ചെറിയ ക്വാണ്ടിറ്റിയിൽ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിശപ്പ് മാറും. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യില്ല. എന്ത് ചെയ്യാ, ഏറ്റവും അടുത്തുള്ള കടയിൽ കിട്ടുന്ന കുറെ പൊരിച്ച പലഹാരങ്ങൾ നമ്മൾ വാങ്ങിച്ചു കഴിക്കും. അത് കഴിഞ്ഞ് നമുക്കൊരു 6 മണിക്ക് ഉള്ളിൽ, അതായത് സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിന് സിഗ്നൽ കിട്ടുന്നതാണ്. അതായത് നമ്മുടെ സിസ്റ്റം ഓഫ് ആവാനുള്ള ടൈം ആയിന്ന് ആണ്. അതായത് നമ്മൾ കണ്ണിക്കൂടെയാണ് ഈ സൂര്യപ്രകാശം നമ്മുടെ ശരീരത്തിലേക്ക് നമ്മുടെ ബ്രെയിനിന് കിട്ടുക. അപ്പൊ നമ്മുടെ പ്രകാശം കുറയുന്നതിനനുസരിച്ച്, അതായത് സൂര്യപ്രകാശം കുറയുന്നതിനനുസരിച്ച് നമ്മുടെ ബ്രെയിനിലേക്ക് അതിനുള്ള സിഗ്നൽ പോകുന്നതാണ്, ഇത് സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്യേണ്ട സമയമായി വരുന്നു എന്നുള്ളത്. അതൊരു ഓട്ടോമാറ്റിക് നമ്മുടെ ശരീരത്തിന് അതിനനുസരിച്ചിട്ട് ആണ് സെറ്റ് ചെയ്ത് വെച്ചേക്കണം. അപ്പൊ നമ്മൾ സൂര്യൻ അസ്തമിച്ച ശേഷം കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിലേക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പെട്ടെന്ന് ഡൈജസ്റ്റ് ആയി ചെല്ലൂല്ല. അപ്പൊ ഡൈജഷൻ എല്ലാം പ്രശ്നം വരും. അതുകൊണ്ടാണ് ഏർലി ഈവനിങ് ആയിട്ട് നൈറ്റിൽ എത്രയും പെട്ടെന്ന് കഴിക്കാവോ അത്രയും നേരത്തെ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത്. അതും ഏറ്റവും നല്ലത് നല്ല വാട്ടർ കണ്ടന്റ് ഉള്ള ഭക്ഷണം, അല്ലെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിൾസ് ബോയിൽ ചെയ്ത് അങ്ങനെയൊക്കെയാണ് കഴിക്കാൻ പറയുന്ന രീതി. ഈ ഒരു രീതിയിൽ നമ്മൾ ഡെയിലി ഭക്ഷണം കഴിക്കുവാണെങ്കിൽ നമ്മൾ ഒരു ഡയറ്റും ഫോളോ ചെയ്യണ്ട, ഒരു വലിയ എമൗണ്ട് കൊടുത്ത് ഒരു സ്ഥലത്തും പോകണ്ട. ഇത്രയും കാര്യം മാത്രം ഫോളോ ചെയ്താൽ നമുക്ക് നമ്മുടെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലായി. പിന്നെ നമ്മളുടെ ശരീരം നമ്മൾ എവിടെയാണോ പിടിക്കുന്നത് അവിടെ നിൽക്കും. പിന്നെ നമ്മൾ കൂടുതൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ക്യാഷ് കൊടുക്കാനോ ഒന്നിനും നിൽക്കേണ്ടതില്ല. ഇത്രയാണ് നമ്മുടെ ഒരു ലൈഫിൽ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു ഫുഡ് പാറ്റേൺ. ഈ ഒരു ഫുഡ് പാറ്റേണിലാണ് നമ്മളെങ്കിൽ ഒരു ജീവിതശൈലി രോഗവും നമ്മളെ തേടി വരില്ല. അതിന് ഏറ്റവും ആദ്യം നമ്മൾ കട്ട് ചെയ്യേണ്ട സാധനമാണ് ഈ 5 പോയിസണിലെ ഷുഗർ എന്ന് പറയുന്നത്. ഈ ഷുഗർ കഴിക്കുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇടയ്ക്ക് ഭക്ഷണം കഴിക്കണം എന്ന് ചുമ്മാ തോന്നും. ശരിക്കും അത് നമ്മുടെ തോന്നലല്ല, ചിലപ്പോൾ ദാഹമായിരിക്കാം. ഷുഗർ കൂടുതൽ കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് വെള്ളത്തിന് കൂടുതൽ ദാഹം വരും. പക്ഷെ നമ്മുടെ ശരീരം അതിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് വിശപ്പായിട്ടായിരിക്കും. ചിലപ്പോൾ നമുക്ക് തോന്നുന്ന അത് വിശപ്പായിട്ടായിരിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യില്ല, ആദ്യം തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു നോക്കൂല. നമ്മൾ പെട്ടെന്ന് തന്നെ പോയി എന്തെങ്കിലും എടുത്ത് കഴിക്കും. ഇതെല്ലാം കലോറി ആയിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് ഡിപ്പോസിറ്റ് ആവും. നമ്മുടെ ശരീരത്തിൽ 3 തരം സെല്ലാണുള്ളത്: ബ്രെയിൻ സെല്ല്, ഹാർട്ട് സെൽസ്, മസിൽ സെൽസ്, ഫാറ്റ് സെൽസ്. ഈ 4 സെല്ലിലേക്കും ഒരേ രീതിക്കാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഈ ഡിപ്പോസിറ്റ് ആകുന്നത്. അത് ഭക്ഷണത്തിൽ നിന്ന് ഓരോ ഫാറ്റ്സ് അതിന്റെ ശരീരത്തിലേക്ക് ഡിപ്പോസിറ്റ് ആവുന്നത് ഈ 4 സെല്ലിലേക്കുമാണ്. അപ്പോൾ ബ്രെയിൻ സെല്ലിലേക്കുള്ള കാര്യങ്ങൾ ഡെപ്പോസിറ്റ് ആവുന്നത് നമ്മൾ ബ്രെയിൻ നന്നായി വർക്ക് ചെയ്യുമ്പോൾ അവിടെ അത് യൂസ് ചെയ്യുന്നു. പിന്നെ മസിൽ സെല്ലിലേക്കുള്ളത് നമ്മൾ എന്തെങ്കിലും ശരീര പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അത് യൂസ് ചെയ്യുന്നു. ഇനി ഹാർട്ട് സെല്ലിലേക്കുള്ളത് നമ്മുടെ ഹാർട്ട് പമ്പ് ചെയ്യുന്ന, അത് എപ്പോഴും നടക്കുന്ന പ്രവൃത്തിയാണ്ട് അത് യൂസ് ചെയ്യുന്നു. പിന്നെ ഫാറ്റ് സെല്ലിലേക്കുള്ളതാണ്. ഈ 3 സെല്ലിലേക്കുള്ളതും
ഏകദേശം തീരുമ്പോഴത്തേക്കും നമുക്ക് ക്ഷീണം തോന്നും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ഭക്ഷണം കഴിക്കും. അപ്പൊ ഈ 3 സ്ഥലം ഫില്ല് ചെയ്യും, പിന്നെയും ഈ ഫാറ്റ് സെല്ലിനേക്ക് ഫില്ല് ചെയ്യും. അങ്ങനെ നമ്മുടെ ശരീരത്തിനകത്ത് നമുക്ക് ചെറിയൊരു വിശപ്പ് തോന്നുമ്പോൾ നമ്മൾ ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു രീതിയിൽ ഫാറ്റ് ഡിപ്പോസിറ്റ് ചെയ്ത് നമ്മൾ ഓവർ വെയിറ്റ് ആയിട്ട് മാറുന്നത്. ഇത് കുറയ്ക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് വെള്ളം നന്നായിട്ട് കുടിക്കുക എന്നുള്ളത്. നന്നായി നമ്മൾ വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത വിശപ്പ് തോന്നില്ല. ആവശ്യമില്ലാത്ത വിശപ്പ് തോന്നാതിരിക്കുമ്പോൾ തന്നെ നമ്മൾ ആവശ്യമില്ലാത്ത ഭക്ഷണം കഴിക്കില്ല. ഇനി രാവിലത്തെ എക്സസൈസിന്റെ കാര്യം പറഞ്ഞു. നമ്മുടെ ശരീരത്തില് നടക്കുന്ന പ്രവർത്തനമാണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ഓവറോൾ ആയിട്ടുള്ള എല്ലാ പ്രോസസ്സും മെറ്റബോളിസം എന്ന് പറയുന്നത്. അത് കാറ്റബോളിസം, ആനബോളിസം അങ്ങനെ 2 രീതിയിലാണ് നടക്കുന്നതെന്ന് അറിയാം. ഈ മെറ്റബോളിസം സ്ലോ ആയിട്ടുള്ളവരാണ് ചിലർ നമ്മൾ പറയും പച്ച വെള്ളം കുടിച്ചാലും വണ്ണം വെക്കും. പക്ഷെ ചിലരെ നമ്മൾ കാണുമ്പോൾ അവര് ഡെയിലി മന്തി കഴിച്ചാലും അവർക്ക് ഒരു വണ്ണം ഉണ്ടാവില്ല. അവർ വളരെ സ്ലിം ആയിട്ടിരിക്കും. അവരുടെ ഭാഗ്യം, അവർക്ക് എന്തെങ്കിലും കഴിക്കാന്നുള്ളത്. പക്ഷെ ഈ ഒരു വ്യത്യസ്തത എന്ന് പറയുന്നത് മെറ്റബോളിസത്തിന്റെയാണ്. അവർക്ക് മെറ്റബോളിക് റേറ്റ് കൂടുതലായിരിക്കും. അതായത് അവരുടെ ശരീരത്തിലേക്ക് അവർ കഴിക്കുന്ന ഫുഡിനെ അത് ഡൈജസ്റ്റ് ചെയ്ത് എവിടെയെങ്കിലും കൊണ്ട് സ്റ്റോർ ചെയ്യാതെ അപ്പോ അവരുടെ ഓരോ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് യൂസ് ചെയ്ത് പോകുന്നുണ്ടാവും. പക്ഷെ നമ്മൾ നമ്മുടെ മെറ്റബോളിസം കുറവുള്ള ശരീരത്തിൽ എങ്ങനെയാ? അത് യൂസ് ചെയ്യില്ല. അത് എപ്പോഴോ സ്റ്റാർവേഷൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റോർ ചെയ്യുന്ന തരത്തിൽ അങ്ങനെ വരും. അപ്പോൾ ഈ മെറ്റബോളിസം എന്ന് പറയുന്ന കാര്യത്തിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് എക്സസൈസ്. എക്സസൈസ് ചെയ്താൽ മാത്രമാണ് നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം ബൂസ്റ്റ് ആയി വരുള്ളൂ. അപ്പൊ ഇങ്ങനെ ഈ ഒരു പരാതി ഉള്ളവർക്ക് എന്നാണെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എക്സസൈസ്. അത് എത്ര വണ്ണം ഇല്ലാത്തവരും വണ്ണം ഉള്ളവരും എത്ര ചെറുപ്പത്തിലും എത്ര വാർദ്ധക്യത്തിലും നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഒരു 45 മിനിറ്റ്സ് നമ്മുടെ ശരീരത്തിന് വർക്കൗട്ട് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ വർക്കൗട്ട് എന്ന് പറയുന്നത് നടത്തായിരിക്കാം, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ചെറിയ തരത്തിലുള്ള എക്സസൈസ് വ്യായാമങ്ങൾ നമ്മുടെ ജീവിതശൈലി ആക്കുകയാണെങ്കിൽ കുറെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് നമുക്ക് മാറ്റാൻ പറ്റും. അതുകൂടാതെ നമ്മളെ ഇപ്പൊ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്, അവിടെയൊക്കെ സ്റ്റെയർ ഉണ്ടെങ്കിൽ ലിഫ്റ്റും ഉണ്ടെങ്കിൽ നമ്മൾ ഏതാ ഉറപ്പായിട്ടും ചൂസ് ചെയ്യുന്നത്? ഉറപ്പായിട്ടും ലിഫ്റ്റ് കയറും. പക്ഷെ അതിന് പകരം നമ്മൾ ഒരു സ്റ്റെയർ ആണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഒരു ബസ് സ്റ്റോപ്പിലേക്ക് നമ്മൾ വാഹനത്തിൽ പോയി വാഹനം കൊണ്ട് അവിടെ വെച്ചിട്ട് ബസ്സിൽ കയറി പോയിരിക്കും, അല്ലെങ്കിൽ വാഹനത്തിൽ പോയിരിക്കും, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിൽ എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ പോകണമെങ്കിൽ വാഹനത്തിൽ പോകും. അപ്പൊ അങ്ങനെയെല്ലാം മനുഷ്യനൊരു മടിയനായി മാറിയതിനു ശേഷമാണ് ഇത്രയും ഒബെസിറ്റി ഉള്ള ആളുകൾ കൂടിയത്. എനിക്ക് തോന്നുന്നു ഒരു കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒബേസ് ആയിട്ടുള്ള ആളുകളുടെ എണ്ണമായിരുന്നു കുറവ്. പക്ഷെ ഇപ്പോ വണ്ണം കുറഞ്ഞ ആളുകളുടെ എണ്ണമാണ് കുറവ്. കാരണം ഇപ്പൊ എല്ലാവരും തന്നെ ഓവർ വെയിറ്റ് ആണ്. അതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം സെഡന്ററി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ. ഇപ്പൊ അങ്ങനെ ആർക്കും വലിയൊരു ആയാസമുള്ള ജോലികളില്ല. അപ്പൊ ആ ജോലികൾ ഇല്ലാത്തപ്പോ തന്നെ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണക്രമത്തിനൊന്നും മാറ്റമില്ല. ഒരു പഴയ ഒരു ജീവിതശൈലി അനുസരിച്ച് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു കുറ്റിപ്പുട്ടും ചായയും കുടിക്കണം, അത് നിർബന്ധം. നമ്മുടെ കാരണവന്മാർ അങ്ങനെയാണ്. ഇല്ല, രാവിലെ ഇത്രയും ഭക്ഷണം കഴിച്ചാൽ മതിയോ, രാവിലെ ഇത്രയും കഴിച്ചാൽ അത് മതിയാവോ, അത് ഇപ്പൊ ഇത് കഴിച്ചില്ലെങ്കിൽ നാളെ കുറെ വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടാവും. ഇപ്പൊ ചെറുപ്പത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെയാണ് വയസ്സാവുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ആരോഗ്യം. ഇതൊക്കെയാണ് നമ്മൾ പണ്ട് മുതലേ കേട്ട് വന്നിട്ടുള്ള കാര്യം. പക്ഷെ ഇതൊരിക്കലും സത്യമല്ല. നമ്മൾ ഇപ്പൊ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഓവർ വെയിറ്റ് ആവും. ഓവർ വെയിറ്റ് ആവുന്നതനുസരിച്ച് നമുക്ക് രോഗങ്ങൾ വരും. രോഗങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ ടയർഡായി ഡൗൺ ആയിക്കൊണ്ടിരിക്കും. അപ്പൊ എപ്പോഴും നമ്മുടെ ശരീരത്തിന്റെ നീഡ് എത്രയാണോ, നമുക്ക് വിശപ്പ് എത്ര മാത്രം ഉണ്ടോ, നമ്മുടെ വയറ് ഫില്ലായി എന്ന് തോന്നാതെ രീതിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കുക, അതാണ് ഏറ്റവും നല്ല രീതി. ഇപ്പൊ നല്ല വെയിറ്റ് ഉള്ള ഒരാള് ചില സമയത്ത് വെയിറ്റ് കുറയ്ക്കുക എന്ന് പറയാൻ ചെയ്യുന്ന കാര്യമാണ് എന്താ? ഭക്ഷണം അങ്ങോട്ട് ഒഴിവാക്കും. ഭക്ഷണം ഒഴിവാക്കുന്നതിൻ്റെ കൂടെ വെള്ളം ഒഴിവാക്കും. അപ്പോ അവർക്ക് എന്താ ചെയ്യാ, പിന്നെയും വെയിറ്റ് കൂടിയാ വരണേ. കാരണം അവരുടെ ശരീരം ഒരു സ്റ്റാർവേഷൻ ഇങ്ങനെ കണ്ടുവച്ചു. അപ്പോ എന്താണ്, പിന്നെ കിട്ടുന്ന ഭക്ഷണത്തിനെ ശരീരം ഉപയോഗിക്കാനല്ല നോക്കുക, അതും കൊണ്ടേ സ്റ്റോർ ചെയ്യുക. കാരണം ഇനിയും ഒരു സ്റ്റാർവേഷൻ വരുന്നു. കാരണം അവരുടെ മെറ്റബോളിസം തീരെ താന്നു പോകും. അപ്പോ ഭക്ഷണം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു എന്താണ് വെയിറ്റ് കുറയ്ക്കുക എന്ന് പറയുന്ന മാർഗം ഏറ്റവും വലിയ മണ്ടത്തരാണ്. നമ്മുടെ ശരീരത്തിന് നമ്മൾ ഒരു
എന്താ ശരീരത്തിനെ നമ്മൾ ഒരു ഡൗട്ട്ഫുൾ ആക്കും. നമ്മളെ ശരീരത്തിനോട് ഒരു പട്ടിണിക്ക് ഇട്ട് കഴിയുമ്പോൾ ശരീരത്തിന് നമ്മുടെ ഫുൾ സിസ്റ്റത്തിന് തോന്നുന്ന ഇനി അടുത്ത സ്റ്റാർവേഷൻ വരും അന്നേരം യൂസ് ചെയ്യണം എന്ന് പറഞ്ഞ് കൊണ്ടേ വയ്ക്കുക. പക്ഷെ നമ്മള് പിന്നീട് എപ്പോഴും ആ ഒരു സ്റ്റാർവേഷൻ അനുവാദം കൊടുക്കുകയല്ല. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വിശക്കുമ്പോ അതിനനുസരിച്ചല്ല കഴിക്കുക. ആ ഒരു എത്ര നമ്മൾ പട്ടിണി കിടന്നോ ചിലപ്പോ അതിനപ്പുറത്തേക്ക് ഭക്ഷണം കഴിക്കും. അപ്പോ എപ്പോഴും ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ നമ്മൾ കഴിക്കുന്നത് എന്താണ് എന്ന് അറിഞ്ഞു കഴിക്കണം. അതിന് ഏറ്റവും നല്ല മാർഗം ചവച്ച് കഴിക്കുക എന്ന് പറയും. ഒരു വായില് വയ്ക്കുന്ന ഒരു ഭക്ഷണത്തിനെ 16 വട്ടം ചവച്ചിട്ട് ഇറക്കി വിടണം എന്നാണ് പറയുന്നത്. അത്രയും പ്രാവശ്യം ചവച്ച് അങ്ങനെ നമ്മുടെ നമ്മുടെ മൗത്തിൽ ചെല്ലുന്ന ആഹാരത്തെ ഇസോഫാഗസ് അറിഞ്ഞ്, അങ്ങനെ അന്നനാളം അറിഞ്ഞ്, അന്നനാളത്തിൽ കൂടെ ഭക്ഷണം വരുന്നുണ്ടെന്ന് ആമാശയം അറിഞ്ഞ്, ആമാശയം ദഹനത്തിന് തയ്യാറെടുപ്പിച്ച് അങ്ങനെ വേണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ. നമ്മൾ സാധാരണ എന്ത് ചെയ്യുക, വായിലേക്ക് ഇടും, 1 ചവയ്ക്കും, 2 ചവയ്ക്കും, അങ്ങനെ ഇടും, അടുത്തത് വീണ്ടും കഴിക്കും. ഇതൊക്കെയാണ് നമ്മുടെ ജീവിത ശൈലിയുടെ പ്രശ്നങ്ങൾ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് നമ്മൾ ഓവർ വെയിറ്റ് ആവുന്നത്. പക്ഷെ ചിലര് നമ്മൾ കാണും ഒട്ടും ഓവർ വെയിറ്റ് ആയിരിക്കില്ല, പക്ഷെ ഹൈ കൊളസ്ട്രോൾ ആയിരിക്കും. ഇവരുടെയും പ്രശ്നം ഇതാണ്, ഇവരുടെ ശരീരത്തിലും ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് പുറത്തേക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോ ഈ ഒരു ജീവിതശൈലി എന്ന് പറയുന്നത് ഒരാൾ വണ്ണം വച്ചില്ല എന്ന് വിചാരിച്ചും എന്താണ് നല്ലൊരു ജീവിതശൈലി അല്ലെങ്കിൽ അയാൾ രോഗിയാവാൻ സാധ്യതയുണ്ട്. ഇനി ഒരു കുറച്ച് ഇതെന്ന് പറഞ്ഞാൽ അൺഹെൽത്തി ആയിട്ടുള്ള കുറെ ഡയറ്റിംഗ് പാറ്റേൺ ഉണ്ട്. എഗ് ഡയറ്റ്, അതുപോലെ ലോ കലോറി ഡയറ്റ്, നമ്മളിപ്പോ കാണാറുണ്ട്. ഇന്ന ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഇത്ര നാൾ കൊണ്ട് വെയിറ്റ് കുറയും, ഇന്ന ഫുഡ് കഴിച്ചാൽ ഇത്ര നാൾ കൊണ്ട് വെയിറ്റ് കുറയും. ഇതും വലിയൊരു മണ്ടത്തരാണ്. നമ്മളിപ്പോ അത് കഴിച്ച് അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്രയും വെയിറ്റ് കുറഞ്ഞിരിക്കും, ഉറപ്പായിട്ടും കുറയുമായിരിക്കും. അങ്ങനെ റിസൾട്ട് ഉള്ളത് കൊണ്ടായിരിക്കും ആളുകൾ പ്രൊമോട്ട് ചെയ്യണത്. പക്ഷെ നമ്മൾ എന്ന് അത് അവസാനിപ്പിക്കുന്നോ അന്ന് നമുക്ക് പഴയ വെയിറ്റിലേക്ക് നമ്മൾ പിന്നെയും പോകും. കാരണം നമ്മളുടെ ലൈഫ് സ്റ്റൈൽ ഓക്കെ ആയാൽ മാത്രമാണ് നമ്മൾ ഒരു നല്ല ഹെൽത്തി ബോഡിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളുടെ ലൈഫ് സ്റ്റൈൽ ഓക്കെ ആണെങ്കിൽ നമ്മൾ ഒത്തിരി മെലിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒത്തിരി തടിച്ചിട്ടോ അങ്ങനെയല്ല. നമ്മൾ ലൈഫ് സ്റ്റൈൽ ഓക്കെ ആണെങ്കിൽ നമ്മളുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം ഓക്കെ ആയിരിക്കും, നമ്മൾ ഹെൽത്തി ആയിരിക്കും. ഇനി നമ്മുടെ ഫുഡിനകത്ത് വെജിറ്റബിൾസ് ആഡ് ചെയ്യണതിന്റെ ഇമ്പോർട്ടൻസ്. വെജിറ്റബിൾസ് എന്ന് പറയാൻ നമ്മൾ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കുമ്പോൾ കുറച്ച് ചോറ് കഴിച്ചിട്ട് കൂടുതൽ വെജിറ്റബിൾസ് അത് വേവിച്ചും വേവിക്കാതെയും ഒക്കെ കഴിക്കണം. നമ്മുടെ ശരീരത്തിന്റെ ഏറ്റവും വലിയ ആവശ്യം ദഹനം എന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്രവർത്തനമാണ്. ആ പ്രവർത്തനത്തിന് ഏറ്റവും ആവശ്യം ഫൈബർ കണ്ടന്റാ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഫൈബർ കണ്ടന്റ് ആണ് നമ്മൾക്ക് എളുപ്പം ദഹനം നടത്തുന്നത്. അപ്പൊ നമ്മൾ വെജിറ്റബിൾസ് കഴിക്കാതിരിക്കുമ്പോൾ ഈ ദഹനം വളരെ പ്രശ്നത്തിലാവും. അങ്ങനെയാണ് ഈ കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പൊ കോൺസ്റ്റിപ്പേഷന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോ ഡോക്ടറെ കണ്ടാലും ഡോക്ടേഴ്സ് പറയുന്ന കാര്യമാണ് നന്നായി വെജിറ്റബിൾസ് കഴിക്കാന്ന്. പക്ഷെ നമ്മൾ അത് കേട്ടോണ്ട് പോരും അടുത്ത നേരവും നമ്മൾ നല്ല നോൺ വെജ് ഒക്കെ കഴിച്ചു ഭക്ഷണം കഴിക്കും. പിന്നെ എന്താണ് അടുത്ത വഴി എന്താണ് ആ ഡോക്ടർക്ക് അറിയില്ല, ആ ഡോക്ടർ തന്ന മരുന്നും കൊണ്ട് ശരിയായില്ല എന്നും പറഞ്ഞ് നമ്മൾ പോകും. പക്ഷെ നമ്മൾ 4 ദിവസം ഈ ഡോക്ടർ പറഞ്ഞ പോലെ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന പോലെ ഫൈബർ കണ്ടന്റ് ഉള്ള ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ശരിക്കും നമുക്ക് മരുന്നില്ലാതെ തന്നെ നമ്മുടെ ശരീരത്തിന് ക്യൂർ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് എങ്ങനെയാണ് വെയിറ്റ് കൂടുന്നതെന്നുള്ളത് നമ്മൾ കണ്ടു. അപ്പൊ 1 കിലോ വെയിറ്റ് എത്ര കലോറി ആണ് എന്ന് ആർക്കെങ്കിലും അറിയാമോ? 1 കിലോ നമ്മുടെ ശരീരത്തിൽ കൂടണമെങ്കിൽ എത്ര കലോറി ഫുഡ് നമ്മുടെ ശരീരത്തിൽ ഓവറായിട്ട് ചെല്ലുമ്പോഴാണ് എന്നറിയാമോ? 7700 കലോറി നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ കഴിക്കുമ്പോഴാണ് നമുക്ക് 1 കിലോ വെയിറ്റ് കൂടുന്നത്. അപ്പോ ഈ വെയിറ്റ് നമ്മൾക്ക് കുറയ്ക്കണം എന്നൊക്കെയാ. 1 കിലോ വെയിറ്റ് നമുക്ക് കുറയ്ക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് അപ്പൊ ബേൺ ചെയ്യേണ്ടത് എത്രയാണ്? ഈ 7700 കിലോ കലോറി kcal, അതാണ് അതിന്റെ യൂണിറ്റ്. അത്രയും ബേൺ ചെയ്യണം. ഇപ്പൊ നമ്മൾ വർക്കൗട്ട് ചെയ്യണം എന്ന് പറയും. ഇപ്പൊ ജിമ്മിൽ പോയി വീട്ടിലോ ഒക്കെ വർക്കൗട്ട് ചെയ്യുന്നവരുണ്ടാവും. അപ്പോ നമുക്കറിയാം 1 മണിക്കൂർ നമ്മൾ വർക്കൗട്ട് ചെയ്താൽ ഏറ്റവും മാക്സിമം നമുക്ക് ബേൺ ചെയ്യാൻ പറ്റുന്നത് ഒരു 400 കലോറി ആണ്. അപ്പോ ഒരു 400 കലോറി ബേൺ ചെയ്തെന്നാൽ നമ്മള് എത്ര നാള് കൊണ്ടായിരിക്കും 1 കിലോ വെയിറ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുക? അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ കലോറി അറിഞ്ഞ് കഴിക്കാൻ ശ്രമിക്കുക. അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ അത് സ്നാക്ക് ചെയ്യുന്ന ഒരു രീതി.
ആ സ്നാക്ക് ചെയ്യുന്ന രീതിനെ ആ ഒരു ഇത് അവസാനിപ്പിക്കണം. നമ്മൾ എപ്പോഴാണോ കഴിക്കുന്നത്, ആ കഴിക്കുന്ന ഭക്ഷണം കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ സ്നാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും നമുക്ക് വെയിറ്റ് കൂടുന്ന ഏറ്റവും വലിയൊരു മാർഗമാണ്. അഫ്നാൻ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്കിത് വായിക്കാൻ പറ്റുന്നില്ല. എന്താണ്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല ഓക്കെയാണ് കേൾക്കാൻ കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെയാണ്, ക്ലിയർ ആണ് കേട്ടോ. ഇനി ക്ലിയർ അല്ല എന്നാണോ എന്നടുത്ത് ഞാൻ അല്ല ക്ലിയർ ആണ്, കണ്ടിന്യൂ ചെയ്തോളൂ. ഇനി നമ്മുടെ ലൈഫിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളും അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ദോഷമുള്ള, നമ്മൾ കഴിക്കാനേ പാടില്ലാതെ എന്നാൽ നമ്മൾ ഡെയിലി കഴിക്കുന്ന കുറച്ച് ഭക്ഷണങ്ങൾ, അതായത് നമ്മൾ ലൈഫിൽ ഒരിക്കൽ പോലും യൂസ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ അത്രയും നല്ല ഐറ്റംസ് ആണ്. ഒന്നാമത്തേതാണ് മയണൈസ്. നമ്മള് ഫുഡ് കഴിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോൺ വെജ് ആണ് കഴിക്കുന്നതെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ കോമ്പിനേഷൻ ആണ് മയണൈസ്. നമ്മള് ഒരു സ്പൂൺ ഓയിൽ തന്നു കഴിഞ്ഞാൽ നമുക്ക് കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ അല്ലെ? അപ്പൊ ഒരു ഗ്ലാസ് ഓയിൽ നമ്മളോട് കുടിക്കാൻ പറഞ്ഞാൽ നമ്മൾ കുടിക്കുമോ? ഇല്ല, ഒരിക്കലും കുടിക്കില്ല. പക്ഷെ ഒരു ഗ്ലാസ് ഓയിൽ ഉണ്ടാവും നമ്മൾ എടുക്കുന്ന നല്ലൊരു ക്വാണ്ടിറ്റി, ഒരു ചെറിയ ബോള് മയണൈസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് എങ്കിലും സൺഫ്ലവർ ഓയിലാണ് നമ്മൾ കഴിക്കുന്നത്. നമ്മൾ ഓർത്ത് നോക്കി, അത്രയും ഓയില് നമ്മൾ എത്ര ദിവസം, നമ്മൾ വീട്ടിലെ ഫുഡാണ് കഴിക്കുന്നതെങ്കിൽ എത്ര ദിവസം കൊണ്ടായിരിക്കും അത്ര ഓയിൽ നമ്മുടെ ശരീരത്തിലല്ല. പക്ഷെ ഇത് ഒരു നേരം കൊണ്ട്. അപ്പൊ നമ്മൾ ഡെയിലി പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരാളുടെ ശരീരത്തേക്ക് ചെല്ലുന്ന ഓയിൽ കണ്ടന്റ് എത്ര മാത്രം ഉണ്ടെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. അതുപോലെ ഒന്നാണ് ജാം. ജാം എന്ന് പറഞ്ഞാൽ പ്രോസസ്ഡ് ഫുഡാണ്. അതിനകത്ത് അടങ്ങിയിരിക്കുന്ന പ്രിസർവേറ്റീവും കാര്യങ്ങളും നമ്മളും കഴിക്കാൻ പാടില്ല, നമ്മുടെ കുട്ടികൾക്ക് ഒരിക്കലും കൊടുക്കാൻ പാടില്ലാത്ത സംഭവമാണ് ജാം. അതുപോലെ കെച്ചപ്പ്, ബിസ്ക്കറ്റ്, പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ, അതിനകത്തൊക്കെ ഷുഗർ കണ്ടന്റ് എന്ന് പറയുന്നതും അതിനകത്ത് യൂസ് ചെയ്യുന്ന പ്രിസർവേറ്റീവ് എന്ന് പറയുന്നതും നമ്മള് രോഗം വിലക്ക് വാങ്ങാണ്. ഇതൊക്കെ വില കൊടുത്ത് നമ്മൾ വാങ്ങുമ്പോൾ ശരിക്കും രോഗത്തിന് കൂടിയിട്ടാണ് നമ്മൾ വിലക്ക് വാങ്ങുന്നത്. അപ്പോ ഒരിക്കൽ പോലും ഉപയോഗിക്കാൻ പാടില്ലാത്ത സംഭവം ഈ സാധനങ്ങളാണ് ഇതെല്ലാം. ഇനി ഇതെല്ലാം ഓവർ വെയിറ്റിനെ പറ്റിയും അതെങ്ങനെ മാനേജ് ചെയ്യാന്നും ഒരു ലൈഫ് സ്റ്റൈലും അങ്ങനെ എല്ലാം പറഞ്ഞു. ഇനി ഈ ഓവർ വെയിറ്റ് കൊണ്ട് ഉണ്ടാകാവുന്ന രോഗങ്ങൾ എന്തൊക്കെയാ നിങ്ങൾക്ക് അറിയാലോ? ഒന്ന് പറയാൻ പറ്റുമോ? എന്തെല്ലാം രോഗങ്ങൾ നമ്മുടെ ലൈഫിൽ ഈ ഓവർ വെയിറ്റ് കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈ ശരിയല്ലാത്ത ആഹാര രീതി കൊണ്ട് നമ്മൾ ഇപ്പൊ കാണുന്നുണ്ട്. നമ്മൾ ഡെയിലി കാണുന്നുണ്ട്, ഒരുപാട് രോഗികളെ കാണുന്നുണ്ട്. ആ രോഗീനെ കാണാൻ പോയിട്ടും എല്ലാരും കൂടിയിട്ട് എന്ത് ചെയ്യും? യെസ്, ഒബെസിറ്റി ആണ്. ഓക്കെ, ഒബെസിറ്റി തന്നെ ഇറ്റ് സെൽഫ് അത് ഓവർ വെയിറ്റിന്റെ പ്രശ്നം തന്നെയാണ്. ഡയബറ്റീസ് ഉറപ്പായിട്ടും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇതാണ്. നമ്മൾ കുറെ ആവശ്യമില്ലാത്ത സമയത്ത് കഴിക്കും. നമ്മുടെ ബ്രെയിനിലേക്ക് നമ്മുടെ സിസ്റ്റം ഷട്ട് ഡൗൺ ആവാറായി എന്നുള്ള സിഗ്നൽ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോയി നല്ല ഹൈ കലോറി ഫുഡും അതിന്റെ കൂടെ ഒരു കോളയും, ഓക്കെ, BP ഫ്ലക്ച്വേഷൻസ്, ഹൈ BP ഉണ്ടാവാണ്ട്, ലോ BP ഉണ്ടാവാണ്ട്, ചെറിയ കുട്ടികൾക്ക് വരെ, കുഞ്ഞു കുട്ടികൾക്ക് വരെ ഇപ്പൊ ഷുഗർ ആണ്. എന്തുകൊണ്ടാ? ഈ കുട്ടികളെ ചെറുപ്പം മുതലേ നമ്മൾ എന്താ ഇങ്ങനെ കൊണ്ടുപോയി പുറമെയുള്ള ഫുഡ് വാങ്ങിക്കൊടുക്കും. അത് ഡെയിലി കൊണ്ടുപോകുന്ന സ്ഥലങ്ങളുണ്ട്. ഡെയിലി കൊണ്ടുപോകുന്ന ഈ കുട്ടികളെ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ശരിക്കും നമ്മൾ ആ കുട്ടികളെ രോഗിയാക്കിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ ഈ കുട്ടികളെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൂടെ നടക്കും. ശരിക്കും നമ്മുടെ വീട്ടിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കി, ഇനി ഇതൊന്നും നമ്മുടെ ലൈഫിൽ നിന്ന് എല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ള ജീവിതം നമുക്ക് പറ്റില്ല. ഒരു മാസത്തിൽ 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ കഴിക്കാം, അത് കൊതിക്ക് മാത്രം. അല്ലാതെ ഈ ഒരു ഫുഡ് പാറ്റേണിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾ നാശത്തിലേക്കാണ്. നമ്മുടെ നാട്ടിൽ ഒരു ഹോസ്പിറ്റൽ വരുമ്പോൾ ശരിക്കും നമ്മൾ സന്തോഷിക്കുകയല്ല വേണ്ടേ, നമ്മൾ ഇത്രയും രോഗിയായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും അതിനകത്ത് കുറെ അധികം സിസ്റ്റംസും വരുമ്പോൾ ഇതെല്ലാം നമ്മളെ കൊണ്ട് അവർ യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടിരിക്കണയാ. അപ്പൊ അതിനനുസരിച്ചുള്ള എന്തെങ്കിലും ഒരു മാറ്റം നമ്മുടെ ആ ഒരു സൊസൈറ്റിയിൽ വരുന്നത് അവരറിയുന്നുണ്ട്. അവർ ആ ബിസിനസ്സിനനുസരിച്ചാണ്. ഇപ്പൊ നമ്മുടെ നാട്ടില് ഹോട്ടൽസിന്റെ എണ്ണം കൂടി വരുന്നുണ്ടെങ്കിൽ തൊട്ടടുത്തൊരു ഹോസ്പിറ്റലിന്റെ എണ്ണവും കൂടി വരുന്നു. കാരണം ഈ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ഫുഡ് കൊണ്ട് ഇവിടേക്ക് രോഗികളും ഉറപ്പായിട്ടും ചെല്ലുന്ന അവർക്കറിയാം.
അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഒരിക്കലും നമ്മളെയും നമ്മുടെ ഫാമിലിനെയും വിട്ടുകൊടുക്കാതെ എല്ലാവരും ഇപ്പൊ വളരെ സ്ലിം ആയിട്ടിരിക്കുക എന്നല്ല, നമ്മൾ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലായിരിക്കണം. നമ്മൾ ഹെൽത്തി ലൈഫ് സ്റ്റൈലിലാണെങ്കിൽ നമ്മൾ സ്ലിം ആയിക്കോട്ടെ, കുറച്ച് ഓവർ വെയിറ്റ് ആയിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. പക്ഷെ നമ്മൾ പോകുന്നത് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലായിരിക്കണം. ആ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമ്മുടെ അസറ്റ് ആണ്. അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ഇപ്പൊ മൊത്തം നമ്മൾ സമ്പാദിച്ചു, ആ സമ്പാദിക്കുന്നത് മൊത്തം നാളെ നമ്മുടെ ഈ ഒരു ആരോഗ്യം തിരിച്ചു പിടിക്കാൻ, ഇപ്പൊ ആരോഗ്യം ശ്രദ്ധിക്കാതെ നമ്മൾ ഭക്ഷണത്തിന് കഴിക്കേണ്ട സമയത്ത് കഴിക്കാതെ, കഴിക്കേണ്ടാത്ത സമയത്ത് കഴിച്ച് നമ്മളിപ്പോ സമ്പാദിക്കാൻ ശ്രമിക്കുന്നത്, ആ കിട്ടുന്ന അത്രയും കൂടുതലും നമ്മുടെ ആരോഗ്യത്തെ തന്നെ കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ചെലവാക്കേണ്ടി വരും. അപ്പൊ അത് വിചാരിച്ച് എല്ലാവരും എന്നാണെങ്കിലും ഇപ്പോഴാണ് ഈ ഒരു മൊമെന്റിൽ എന്നും എല്ലാവരും തീരുമാനിക്കുന്ന 1-ാം തീയതി മുതല്, അല്ലെങ്കിൽ നാളെ മുതൽ, അല്ലെങ്കിൽ അടുത്ത തിങ്കളാഴ്ച മുതല് എല്ലാവരും തീരുമാനിക്കും. തിങ്കളാഴ്ച ഒരു നേരം ഒരു ബിസ്ക്കറ്റ് എടുത്ത് കഴിക്കും. അയ്യോ, ഇന്ന് ഞാൻ ബിസ്ക്കറ്റ് കഴിച്ചു, തീർന്നു, ഇനി ഇന്നത്തെ പോട്ടെ, ഇന്ന് ഇങ്ങനെ പോട്ടെ, നാളെ മുതൽ നമുക്ക് തുടങ്ങാം. ഈ ഒരു ചിന്താഗതി എന്ന് അവസാനിച്ചോ, നമ്മളൊക്കെ മനുഷ്യരാണ്. അപ്പോ നമുക്ക് ചെറിയ മിസ്റ്റേക്ക് വരും. അപ്പൊ ഇന്ന് ഞാൻ ഒരു ബിസ്ക്കറ്റ് കഴിച്ചെങ്കിൽ നാളെ ഞാൻ പകുതിയെ കഴിക്കുള്ളൂ എന്ന് തീരുമാനിച്ച് കുറച്ച് കൊണ്ടുവരാം. നമുക്ക് അത്രേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ലൈഫ് ലോങ് ഇതൊന്നും ചെയ്യലുണ്ടാവില്ല. ഒരുപാട് പേരെ എനിക്കറിയാം. എന്റെ ഒരു ഹൈറ്റ് 5.1 ആണ്. ഈ ഒരു ഹൈറ്റിൽ ഒരു 74 kg വെയിറ്റ് ഉണ്ടായിരുന്ന, ഏകദേശം ഒരു സമചതുരം പോലെ ഇരുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് വന്നൊരു പ്രശ്നം, ഒരു ലിവർ ഫാറ്റ് കൂടിയിട്ട് ലിവർ സീറോസിന്റെ ഒരു അവസ്ഥയൊക്കെ വന്നു. അറിഞ്ഞപ്പോ ഒരു ലേറ്റ് സ്റ്റേജ് ആയിരുന്നു. അപ്പൊ ഡോക്ടർ എന്നോട് പറഞ്ഞു വെയിറ്റ് കുറയ്ക്കാൻ. അപ്പൊ ഡോക്ടർ പറഞ്ഞപ്പോ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ ഞാൻ ഒന്നും കഴിക്കുന്നില്ല, പിന്നെ ഞാനിനി എങ്ങനെയാ വെയിറ്റ് കുറയ്ക്കാന്ന് വെച്ചു. അപ്പൊ ഡോക്ടർ എന്റെ അടുത്ത് പറഞ്ഞു, അജ്മി എത്ര വെയിറ്റ് കുറയ്ക്കാവോ അത്രയും കുറച്ച് മെഡിസിൻ അജ്മി കഴിച്ചാൽ മതി, അത്രയ്ക്ക് പെട്ടെന്ന് ക്യൂർ ആവുമെന്ന് പറഞ്ഞു. ഇതൊന്നും ഞാൻ കേട്ടില്ല. ഞാൻ എങ്ങനെയായിരുന്നോ ഞാൻ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു പോന്നു. അത് കഴിഞ്ഞ് പെട്ടെന്ന് എന്റെ വീട്ടിൽ ഒരു മരണം ഉണ്ടായി. എന്റെ ഹസ്ബൻഡിന്റെ ചേട്ടൻ തലേ ദിവസം മകളുടെ വിവാഹമായിരുന്നു, പിറ്റേ ദിവസം രാവിലെ അങ്ങ് മരണപ്പെട്ടു. ആരും പ്രതീക്ഷിക്കാത്ത ഒരു മരണം. അങ്ങനെ ഒരു മരണത്തിൽ കണ്ട് പെട്ടെന്ന് ഒരാൾ ഒരു വീട്ടിൽ നിന്ന് ഒഴിവാകുന്നത് കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി, ഞാൻ ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിയുമ്പോ എന്റെ കുട്ടികൾ എന്താവും എന്നുള്ള ഒരു ചിന്തയിലാണ് ഞാൻ പിറ്റേ ദിവസം തുടങ്ങിയതാണ്. അപ്പോ ആദ്യം ഞാൻ ചെയ്ത കാര്യം, എന്റെ ശരീരത്തിനനുസരിച്ച് എത്ര വെള്ളം കുടിക്കണം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത്, എന്റെ ശരീരത്തിന് എത്രയാണോ ഓവർ വെയിറ്റ് എന്ന്. അപ്പൊ നമുക്ക് ഇതെല്ലാം കണ്ടുപിടിക്കാം. ഇപ്പൊ ഗൂഗിളിൽ മാർഗമുണ്ട്. നമുക്ക് കലോറി കാൽക്കുലേറ്റർ ഉണ്ട്. നമുക്ക് ഒരു ദിവസം എത്ര കലോറി ഫുഡ് വേണം എന്ന് കാലോറി കാൽക്കുലേറ്ററിൽ നമ്മുടെ ഹൈറ്റും വെയിറ്റും കൊടുത്തു കഴിയുമ്പോൾ അതിൽ കാണിക്കും. ഇപ്പോ എന്റെ ഒരു ഹൈറ്റ് ഉള്ള ഒരു 5.1 അല്ലെങ്കിൽ 5.2 ആ ഒരു റേഞ്ച് ഉള്ള ഒരു ലേഡി ആണെങ്കിൽ ഉറപ്പായിട്ടും ആ ആള് ഒരു 50 to 55 റേഞ്ചിൽ നിൽക്കാൻ പാടുള്ളൂ. ആ ഒരു വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ എത്ര നമ്മൾ കഴിക്കണം എന്ന് നമുക്ക് ഈ കലോറി കാൽക്കുലേറ്റർ പറഞ്ഞു തരും. അപ്പൊ അതിനനുസരിച്ച് ഇപ്പൊ നമുക്ക് അളന്നു തൂക്കി ഈ കഴിക്കുന്ന ഫുഡ് ഇത്ര കലോറി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും കഴിക്കാൻ കഴിയില്ല. ഇപ്പൊ ഇന്ന് 2 അല്ലെങ്കിൽ 4 ദോശ കഴിക്കുന്ന ആളാണെങ്കിൽ ഒരു പകുതി ദോശ കഴിക്കുക, ഒരു പകുതി ആക്കുക. ഇപ്പൊ 4 എണ്ണം കഴിച്ച ആള് 2 എണ്ണം ആക്കുക. ആ 2 എണ്ണം ആക്കിക്കൊണ്ട് ആദ്യം ചെയ്യണ ഷുഗർ മൊത്തത്തിൽ ലൈഫിൽ നിന്ന് ഷുഗറും കട്ട് ചെയ്യുക, അതുപോലെ ഫ്രൈഡ് ഐറ്റവും കട്ട് ചെയ്യുക. ഈ 2 എണ്ണം കട്ട് ചെയ്തതിനു ശേഷം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു ചെറിയ ക്വാണ്ടിറ്റീനെ കുറച്ച് നമുക്ക് ഉറപ്പായിട്ടും നമ്മളെ അതിലേക്ക് എത്തിക്കാൻ പറ്റും. പറ്റണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് ഒരു തീരുമാനമാണ്. നമുക്ക് പറ്റും. ഒരു നേരം നമ്മുടെ കയ്യിൽ നിന്ന് പോയാലും അടുത്ത നേരം അതിലേക്ക് എത്താനുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിറ്റർമിനേഷൻ അത് അത്യാവശ്യമാണ്. അത് മാത്രമല്ല, ഒരു കൺസിസ്റ്റൻസി. എന്താണോ ചെയ്യുന്നത്, ചെറിയ കാര്യമാണെങ്കിലും ആ ചെറിയ കാര്യം ഒരു മാസം നമുക്ക് ചെയ്യാൻ പറ്റിയാൽ നമ്മൾ വിജയിച്ചു. വലിയൊരു കാര്യം 3 ദിവസം ചെയ്യുന്നതിനെ കൊണ്ട് നമുക്ക് ഒരു ഗുണം ഉണ്ടാവില്ല. ആ ഒരു കാര്യം അവിടെ തീരും. ഇപ്പോ ഒരു ദിവസം ഒരു 3 ദിവസത്തേക്ക് 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്തു, പിന്നെ ആൾ ഒന്നും ചെയ്യണില്ല. പക്ഷെ അതിലും നല്ലത് 10 മിനിറ്റ് അയാൾ ഒരു മാസം വർക്കൗട്ട് ചെയ്തെങ്കിൽ ആ ആളുടെ ലൈഫിൽ അല്ലെങ്കിൽ ആളുടെ ബോഡിയിൽ അതിന് നല്ലൊരു ചേഞ്ച് ഉണ്ടാവും. അപ്പൊ കൺസിസ്റ്റൻസി, സ്ട്രോങ് ഡിറ്റർമിനേഷനും ഈ 2 കാര്യവും ചെയ്ത് നമ്മൾ കഴിക്കുന്നത് എന്താണോ, നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം നമ്മൾ എത്രയാണോ കഴിക്കുന്നത് അതിന്റെ ഒരു ചെറിയ അമൗണ്ട് കുറച്ച്, നന്നായി വെള്ളം കുടിച്ച്, സമയത്തിന് ഉറങ്ങി, അത്യാവശ്യം റെസ്റ്റും എടുത്ത്, ഒരു എപ്പോഴും പുറത്തു പോയി ഭക്ഷണം കഴിക്കുന്ന രീതി ഒഴിവാക്കി എപ്പോഴും ഒന്ന് ആക്റ്റീവായി 1 മണിക്കൂർ 2 മണിക്കൂർ ഒരു ഫോണും കുത്തിപ്പിടിച്ച് എവിടെയെങ്കിലും ഇരിക്കാതെ കുറച്ചു നേരം ആക്റ്റീവായി
ഒരു അരമണിക്കൂർ ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ നടക്കുക. അങ്ങനെ ഒരു എപ്പോഴും സെഡന്ററി ലൈഫ് സ്റ്റൈലിൽ നിന്ന് ഒരു ആക്റ്റീവ് ലൈഫ് സ്റ്റൈലിലേക്ക് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഹെൽത്തി ആവാൻ പറ്റും. ഒരു കാശ് മുടക്കൂല. പലരും പല പ്രാവശ്യം ഞാൻ ഈ തുടങ്ങിയപ്പോ ഇത് പറയാൻ കാരണം ഏത് ഫുഡിന്റെ പ്രമോഷനാന്നാണ്. സത്യം ആയിട്ട് എനിക്ക് ഒത്തിരി പേര് ചോദിച്ചു. ഒന്നിന്റെയും പ്രമോഷൻ ഞാൻ ചെയ്യില്ല. കാരണം എന്റെ അടുത്ത് പലരും ചോദിച്ചു, എന്റെ പഴയ അവസ്ഥയിലും ഇപ്പൊ അവസ്ഥയിലും എന്നെ അറിയുന്ന പലരും പറഞ്ഞു പ്രൊമോട്ട് ചെയ്യാവോന്ന്. പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യൂല. കാരണം എല്ലാവരെ കൊണ്ടും പറ്റും. ഈ 2500, 3000 അല്ലെങ്കിൽ 5000 ഒരു മാസം മുടക്കേണ്ട കാര്യം നമുക്ക് ആർക്കും ഇല്ല. നമുക്ക് പറ്റും. പക്ഷെ നമുക്ക് പറ്റൂലാത്ത ഒരു കാര്യമുണ്ട്. അതിനൊന്നും മെനക്കെടാനാ നമുക്ക് പറ്റൂലാത്. ആ മെനക്കെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളും ഹെൽത്തി ആവും, അതുകൂടി നമ്മുടെ ഫാമിലി ഹെൽത്തി ആവും. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്കറിയാവുന്നതാണെങ്കിൽ എന്റെ അറിവിൽ നിൽക്കുന്നതാണെങ്കിൽ ഞാൻ പറയാം. ആർക്കാണെങ്കിലും ചോദിക്കാം. മാം, ഈ ബോഡിക്ക് ആവശ്യമുണ്ടാവും മാത്രമേ വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അങ്ങനെയുണ്ടോ? നമ്മുടെ ശരീരത്തിന് വെള്ളം ആവശ്യമാണ്. നമുക്കറിയാലോ നമ്മുടെ ശരീരത്തിന്റെ ഒരു 40% 40 to 60% വെള്ളമാണെന്നല്ലേ പറയുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിന് ഒബ്വിയസ്ലി വെള്ളം ആവശ്യമാണ്. നമ്മളൊരു ദിവസം 5 to 6 ടൈംസ് ടോയ്ലറ്റിൽ പോകുന്നുണ്ട്. പോകണം എന്നാണ്. അതിൽ കുറച്ചാണ് പോണെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കുന്ന കുറവാണ്. നമ്മൾ എത്ര വർക്കൗട്ട് ചെയ്താലും എത്ര ഡയറ്റ് എടുത്താലും നമ്മൾ പ്രോപ്പർലി വെള്ളം കുടിക്കുന്നില്ലെങ്കിൽ ഇതൊന്നും നമ്മുടെ ശരീരത്തേക്ക് എഫക്റ്റ് ആവില്ല എന്നാ പറയുന്നത്. കാരണം വെള്ളത്തിൽ കൂടി ബ്ലഡ് നല്ല രീതിയിൽ ബ്ലഡ് ഫ്ലോ ചെയ്യണമെങ്കിൽ നല്ല വാട്ടർ കണ്ടന്റ്, ആ ബ്ലഡ് നന്നായി ഫ്ലോ ചെയ്യണം. ആ ഫ്ലോ ചെയ്ത് അത് എല്ലായിടത്തും പോയി വേസ്റ്റിനെ വേസ്റ്റ് ആക്കിയും നല്ല സാധനങ്ങളെ ആവശ്യമുള്ള സ്ഥലത്ത് എത്തിക്കാനും ഇതെല്ലാത്തിനും നമ്മുടെ ശരീരത്തിന് അതിന് പറ്റുന്ന നല്ല രീതിയിലുള്ള വെള്ളം വേണം. വെള്ളം അത്യാവശ്യമാണ്. വെള്ളം ഇപ്പൊ നമുക്ക് ദാഹിച്ചില്ല വെള്ളം കുടിക്കണ്ടെന്ന് പറഞ്ഞാൽ അതൊരു മണ്ടത്തരാണ്. ഒരിക്കലും അത് ചെയ്യരുത്. ഇപ്പൊ ഈ 60 kg ഉള്ള ഒരാള് 3 ലിറ്റർ വെള്ളം കുടിക്കുന്നത് ഒരു ലിറ്റർ കുടിച്ചുകൊണ്ടിരുന്ന ഒരാൾക്ക് പെട്ടെന്ന് തന്നെ 3 ലിറ്റർ കുടിക്കണം എന്ന് പറഞ്ഞാൽ പറ്റൂല. അപ്പൊ ഇന്ന് 1 ലിറ്റർ ആണ് കുടിച്ചതെങ്കിൽ നാളെ 1.5 ലിറ്റർ കുടിക്കുക, പിന്നെ 2 ലിറ്റർ ആക്കുക. അങ്ങനെ നമുക്ക് പറ്റുന്ന പോലെ 10 ദിവസം നിങ്ങൾ വെള്ളം കുടിച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ശരീരത്തും വ്യത്യാസം ഉണ്ടാവും. നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് നമുക്ക് മോശം പോവാൻ വരെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് പല കാര്യങ്ങളും മൂത്രത്തിൽ കൂടി അങ്ങനെ പോകുന്നു പറയുന്നേക്കുന്നു. നമുക്ക് ആവശ്യമുള്ളതൊന്നും പോവില്ല അളവിലാണെങ്കിൽ. ഇപ്പൊ ഒരു 3 ലിറ്റർ വെള്ളം ആവശ്യമുള്ള ഒരാൾ 4 ലിറ്റർ വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത് ഓവറാണ്. പിന്നെ നമ്മുടെ എന്തെങ്കിലും കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗമുള്ള ഒരാളാണെങ്കിൽ അങ്ങനെയുള്ള ഒരാള് ഡോക്ടർ പറയുന്ന ഒരു എമൗണ്ട് ഉണ്ടാവും അല്ലെ. അങ്ങനെയുള്ള ഇവർക്ക് ഡോക്ടർ പറയാറില്ല ഇത്ര എമൗണ്ട് വെള്ളമാണ് ഇവർക്ക് ഒരു ദിവസം കൊടുക്കാൻ പാടുള്ളൂ എന്ന്. അങ്ങനെയുള്ളവർ മാത്രമാണ് വെള്ളത്തിന്റെ കാര്യത്തിൽ പേടിക്കേണ്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാവർക്കും നമ്മുടെ ബോഡി വെയിറ്റിനെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിപ്പോ 3 ലിറ്റർ ആണെങ്കിൽ 2.5 മതി. ആ 2.5 എങ്കിലും നമ്മൾ കുടിച്ചിട്ടുണ്ടാവണം. വെള്ളത്തിന്റെ എമൗണ്ട് നമ്മുടെ അതൊരു മസ്റ്റാണ്. വേറൊരു കമന്റ് ഞാൻ വായിച്ചതാണ്. ടോട്ടൽ വെയിറ്റിന്റെ എത്ര പെർസെന്റേജാ? ടോട്ടൽ വെയിറ്റിനെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന അത്രയും. അത്ര ലിറ്റർ അതിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പം. ഓക്കെ, താങ്ക് യു. പിന്നെ ഒരു കമന്റ് കണ്ടായിരുന്നു, യോഗയാണോ വർക്കൗട്ട് ആണോ? ഈ വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്നതിന് അല്ലെങ്കിൽ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ ആവശ്യം സ്ട്രെസ് ഫ്രീ ആയിരിക്കുക എന്നുള്ളതാണ്. ഒരു സ്ട്രെസ് റിലീഫ് ആയിട്ട് ഇരിക്കുന്ന ഒരാൾക്ക്, ഒരു സ്ട്രെസ്ഫുൾ അല്ലാതെ ഇരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് വരാൻ പറ്റും. അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു മാർഗമാണ് യോഗ. യോഗ നല്ലൊരു വെയിറ്റ് ലോസ് മെത്തഡാണ്. പക്ഷെ ഒത്തിരി ഓവർ വെയിറ്റ് ആക്കിയിട്ടുള്ള ഒരാൾക്ക് പെട്ടെന്ന് ഒരു വലിയ വർക്കൗട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവർക്ക് തുടങ്ങാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മാർഗമായിരിക്കും യോഗ. യോഗയിലൂടെ ഒക്കെ വന്ന് പിന്നെ ശരിക്കും നമ്മൾ ബോഡി ബിൽഡർ ആവാന്നൊന്നും ഉദ്ദേശിക്കുന്നില്ലല്ലോ. നമ്മുടെ ശരീരത്തിന് നമുക്കൊരു ഹെൽത്തി ബോഡി ഉണ്ടാവുക എന്ന് മാത്രമല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ യോഗ നല്ലൊരു മാർഗമാണ്.
ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. 4 years ആയിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന എന്റെ ലൈഫ് പാറ്റേൺ ആണ്. അപ്പോ ഞാൻ ഇതിൽ നിന്ന് അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പിന്നെ അതിനകത്ത് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള കുറെ ഡോക്ടേഴ്സിന്റെ ഒക്കെ ഇതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് പറയുന്നത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. നിങ്ങൾ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല. പക്ഷെ ഒരു കാര്യം ചെയ്താൽ മതി, ചെയ്യണം. അതൊരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ ഉണ്ടാവണം, ഒരു കൺസിസ്റ്റൻസി അതിനുണ്ടാവണം. 4 ദിവസം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച ചെയ്തുകൊണ്ടോ ഒരിക്കലും ഒരു കാര്യത്തിനും നമുക്ക് റിസൾട്ട് ഉണ്ടാവില്ല. വൈറ്റമിൻ ടാബ്ലറ്റ്സ് കഴിക്കുന്നതിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരുമോ? വൈറ്റമിൻ ടാബ്ലറ്റ്, ഈ വൈറ്റമിൻ മറ്റേ കോഡ് ലിവർ ഓയിൽ, അത് വൈറ്റമിൻ സി ക്യാപ്സ്യൂള്, അതിൽ വൈറ്റമിൻ ഇ, ഇങ്ങനെയുള്ള ടാബ്ലറ്റ് എല്ലാം നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും രോഗാവസ്ഥ കൊണ്ടോ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായേക്കുന്ന എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാൻ നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പൊ അതൊരു സപ്ലിമെന്റ് ആയിട്ട് ഡോക്ടേഴ്സ് എഴുതാറുണ്ട്. ഞാൻ കഴിച്ചിട്ടുണ്ട്. വൈറ്റമിൻ സി, അതുപോലെ വൈറ്റമിൻ ഇ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ഓരോ ക്യാപ്സ്യൂള് വെച്ച് കഴിക്കാൻ പറയാറുണ്ട്. പക്ഷെ ഇത് വെയിറ്റ് ലോസിനല്ല. നമുക്ക് നമ്മുടെ ശരീരത്തിലെ ഈ അൺഹെൽത്തി ആയിട്ടിരുന്ന സമയത്ത് നമ്മുടെ ശരിയായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കുറെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവും. അപ്പൊ അതിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു ഹെൽപ്പാണ് ഈ വൈറ്റമിൻ ടാബ്ലറ്റ്സ്. താങ്ക് യു. മാം, വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിക്ക് എന്താ നമ്മൾ ചെയ്യേണ്ടത്? വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് നമുക്കിപ്പോ നമ്മുടെ എല്ലുകൾ വരെ പൊടിഞ്ഞു പോകുന്ന അസുഖത്തിലേക്ക് നമ്മൾ എത്തും. അപ്പോൾ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടാകാനുള്ള ഏറ്റവും വലിയ കാരണം നമ്മള് ഒട്ടും സൺലൈറ്റ് എക്സ്പ്ലോഷൻ വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ രാവിലെ ഏർലി മോർണിംഗും ഈ വൈകുന്നേരവും നമ്മൾ നന്നായി വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ കുറെയൊക്കെ പറ്റും. പക്ഷെ ഒരു അളവിൽ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതിനുള്ള ഇഞ്ചക്ഷൻ അതുപോലെ ടാബ്ലറ്റ് ഒക്കെ ഡോക്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ ഒരു നല്ല മെഡിക്കൽ പ്രാക്ടീഷണറെ കണ്ടിട്ട് അവര് തരുന്ന ടാബ്ലറ്റോ അത് നമ്മുടെ എത്രമാത്രം നമ്മുടെ ശരീരത്തിൽ കുറവുണ്ട് എന്ന് അറിഞ്ഞു വേണം നമ്മൾ ചെയ്യാൻ. നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ഒരു വൈകുന്നേരം ഒക്കെ നമുക്ക് വെയിൽ കൊള്ളാം. അത് നല്ലൊരു കാര്യമാണ്. ആ ഒരു സമയത്ത് ഒരു നടക്കാൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല കാര്യമായിരിക്കും. പിന്നെ 5 പറഞ്ഞില്ല എന്ന് പറഞ്ഞു. 5 പറഞ്ഞിരുന്നു. ഫസ്റ്റ് 1 പാസ്ചറൈസ്ഡ് മിൽക്ക്, സെക്കൻഡ് 1 ഷുഗർ, തേർഡ് 1 സോൾട്ട്, ഫോർത്ത് 1 പോളിഷ്ഡ് റൈസ്, ഫിഫ്ത്ത് 1 മൈദ അല്ലെ? ഫിഫ്ത്ത് 1 ഞാൻ വിട്ടുപോയിട്ടുണ്ട്. ഫിഫ്ത്ത് 1 ആണ് മൈദ. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം പൊറോട്ട അല്ലെ? അതിന്റെയും അതുപോലെ നമ്മൾ പുറമെ പോയി കഴിക്കുന്ന അല്ലെങ്കിൽ ഫ്രൈ ചെയ്ത് കഴിക്കുന്ന എല്ലാ സംഭവത്തിന്റെയും ഉണ്ടാക്കിയേക്കുന്ന സംഭവമാണ് മൈദ. ഈ 5 എണ്ണം നമ്മുടെ ലൈഫിൽ ഒഴിവാക്കണം എന്നാ പറയുന്നത്. എല്ലാവരെങ്കിൽ ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റിയിൽ കഴിക്കാൻ പാടുള്ളൂ. മാം, ഈ ഷുഗർ ഡയബറ്റീസ് ഉള്ള ആൾക്കാർ ഷുഗർ ഇല്ലാതെ ചായ ഒക്കെ കുടിക്കുന്നുണ്ടല്ലോ. അതുപോലെ ഇപ്പൊ മാം പറഞ്ഞല്ലോ സോൾട്ടിന്റെ ഐഡൽ സോൾട്ട് ആണ് ഇപ്പൊ വരുന്നത്. ഇപ്പൊ തൈറോയിഡ് ഉള്ള കുറെ പ്രശ്നമുള്ള ആൾക്കാരുണ്ടല്ലോ. ഈ സോൾട്ട് നമുക്ക് തീരെ ഇല്ലാതെ ഭക്ഷണത്തിലൊരു ഇത് കിട്ടില്ലല്ലോ, രുചി കിട്ടില്ലല്ലോ. അപ്പൊ അതിന് എന്താ ചെയ്യാ? തൈറോയിഡിന്റെ പ്രശ്നം ഉണ്ടാവും. അതെ, മൊത്തത്തിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന സാധനമല്ല നമുക്ക് സോൾട്ട്. ചെറിയ അളവിൽ നമ്മൾ കഴിക്കണം. കഴിക്കാതിരുന്നാൽ നമുക്ക് പ്രശ്നമാകും. പക്ഷെ ഷുഗർ നമുക്ക് മൊത്തത്തിൽ ഒഴിവാക്കിയെന്ന് എഴുതി ഒന്നും പറ്റില്ല. സോൾട്ട് നമുക്ക് സോൾട്ട് ഏറ്റവും ചെറിയ അളവിൽ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ളത് ഉപയോഗിക്കാം. ഞാൻ സോൾട്ട് ഉപയോഗിക്കും. നാവിനെയാണ് നമ്മൾ തൃപ്തിപ്പെടുത്തുന്നത് അല്ലെ? നമ്മുടെ നാവിനെ തൃപ്തിപ്പെടുത്താനാണ് നമ്മൾ എപ്പോഴും സോൾട്ട് ആഡ് ചെയ്ത് ടേസ്റ്റ് ആഡ് ചെയ്യുന്നത്. എന്താ പറയുന്നത്? അല്ല, ഷുഗർ അയോഡൈസ് സോൾട്ട്, റിഫൈൻഡ് സോൾട്ട് എന്നൊക്കെ വരുന്നത് ഏതാ നല്ലത് തൈറോയിഡ് ഉള്ളവർക്ക്? ഷുഗർ സോൾട്ട് ഏതാണ് തൈറോയിഡ് ഉള്ളവർക്ക് എന്ന് പറഞ്ഞാൽ അത് തൈറോയിഡ് പല രീതിക്ക് ഉണ്ടാവും. ചിലർക്ക് ഹൈപ്പർ ആയിരിക്കും, ചിലപ്പോൾ ഹൈപ്പോ ആയിരിക്കും. അപ്പൊ അത് ഡോക്ടർ പറയുന്നതനുസരിച്ച് നമ്മൾ ചെയ്യണം. പക്ഷെ എന്താണെങ്കിലും ചെറിയ ക്വാണ്ടിറ്റി കഴിക്കാം.
നമ്മൾ എന്താണോ കഴിക്കുന്നത് അതിൽ ഏറ്റവും കുറച്ച് ഇതിട്ട് ഉപ്പിട്ടിട്ട് കഴിക്കുക. അപ്പൊ നമ്മൾ നാവിനെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കരുത്. നമ്മൾ നാവിനെ തൃപ്തിപ്പെടുത്തുമ്പോൾ നാവ് വയറിനെ തൃപ്തിപ്പെടുത്താനും അതിലും മേലെ മനസ്സ് നിറഞ്ഞ് കഴിക്കരുത് ഒരിക്കലും. ഭക്ഷണം കഴിക്കുമ്പോൾ മനസ്സ് നിറയാനല്ല, വയറ് നിറയണതിന് മുമ്പ് നിർത്തും. മനസ്സിനെ വയറിനെ നിറച്ച് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തോട് ചെയ്യണ ഏറ്റവും വലിയ ചതിയാണത്. അപ്പൊ നമ്മൾ ടേസ്റ്റ് കുറയ്ക്കാൻ നോക്കുക. ഭക്ഷണത്തിന് ക്വാളിറ്റി ഉറപ്പുവരുത്തുക. ആ ക്വാളിറ്റി മതി നമുക്ക്. ശരിക്കും ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ പറ്റിക്കുക. ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡ് ആണെങ്കിൽ നമ്മൾ ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണോടെ എടുക്കാൻ തോന്നും. പക്ഷെ ആ ആദ്യം കഴിച്ച ഒരെണ്ണത്തിൽ നമ്മുടെ ശരീരം സാറ്റിസ്ഫൈഡ് ആയിരിക്കും, നമ്മുടെ കലോറി നീഡ്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ടേസ്റ്റിന് വേണ്ടിയിട്ട് കൂടുതൽ കഴിക്കും. ശരിക്കും ചെറിയ ഉപ്പില് കഴിച്ചു കഴിയുമ്പോൾ നമ്മൾ ആ ഭക്ഷണം ഒരു ക്വാണ്ടിറ്റിയിൽ നമ്മൾ കൂടുതൽ കഴിക്കില്ല. മാം, ഈ മെറ്റബോളിസം പറഞ്ഞപ്പോഴേ ഈ ബോഡി സ്റ്റാർവേഷൻ ഫീൽ ചെയ്യുന്ന ഒരു സംഭവം പറഞ്ഞല്ലോ, അതൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യോ? സ്റ്റാർവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം ഫാറ്റായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ സ്റ്റോർ ചെയ്യണത് എന്ന് പറയണത് തന്നെ നമുക്കിടെ ശരീരത്തിൽ എപ്പോഴാണോ സ്റ്റാർവേഷൻ വരുന്നത് അപ്പൊ എടുത്ത് ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ടാണ്. അതാണ് അതിന്റെ പർപ്പസ്, ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യണതിന്റെ. പക്ഷെ നമ്മൾ നമ്മുടെ ശരീരത്തെ അനുവദിക്കില്ലല്ലോ, ഒരിക്കലും സ്റ്റാർവേഷനിൽ നമ്മൾ ഇടൂല്ല. പിന്നെ അതൊരു യൂസ്ഫുൾ ആവുന്ന സമയമാണ് നമ്മൾ നോമ്പിലൊക്കെ നമ്മൾ അത് യൂസ് ചെയ്യുന്നുണ്ട്. ശരിക്കും 11 മാസം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ എല്ലാവിധ ഇതും നമ്മുടെ ശരീരത്തെ ഒരു ക്ലീനപ്പ് ചെയ്യുന്ന പ്രവർത്തനമാണ് ഈ നോമ്പ് എന്ന് പറയുന്നത്. അതാണ് ആ ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് സെല്ലിനെ വർക്ക് ചെയ്യിക്കുന്നുണ്ട്. കാരണം നമ്മൾ അവിടെ സ്റ്റാർവേഷനിൽ ഇട്ട് ആ ഒരു ഫാറ്റ് സെല്ലിനെ കൂടി വർക്ക് ചെയ്യിക്കുന്നുണ്ട്. ശരിക്കും നമ്മുടെ സാധാ ഒരു ലൈഫ് സ്റ്റൈലില് നമ്മൾ ആ ഫാറ്റ് സെല്ലിനെ വർക്ക് ചെയ്യിക്കുന്നേ ഇല്ല. അപ്പോ എന്താണ്, ആ ഫാറ്റ് സെല്ല് വർക്ക് ചെയ്യാതെ നമ്മൾ ഓവർ വെയിറ്റ് ആവും. പിന്നെ നമ്മൾ ഭക്ഷണം തീരെ ഉപേക്ഷിക്കുന്ന ഈ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ള ഇത് പറഞ്ഞിട്ട് കുറെ ദിവസം ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക, വെള്ളം കുടിക്കാണ്ടിരിക്കുക, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂളിനൊന്നും അല്ല. ചിലപ്പോൾ 2 ദിവസമൊക്കെ ഒന്നും കഴിക്കൂല. അങ്ങനെയൊക്കെ ഒരു രീതി ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം മൊത്തത്തിൽ മെറ്റബോളിസം എല്ലാം കുറയ്ക്കും. അതായത് ശരീരത്തിന്റെ ഹാർട്ടിന്റെ പ്രവർത്തനമോ നമ്മൾ എന്തെല്ലാം പ്രവർത്തനമാണോ നടത്തുന്നത് അതിനെല്ലാം ഉപയോഗിക്കുന്ന എനർജി കുറച്ച് കൊണ്ടുവരും. കാരണം സർവൈവ് ചെയ്യണമല്ലോ. അപ്പൊ സിസ്റ്റത്തിനെ ശരിക്കും ഒന്ന് സർവൈവ് ചെയ്യിക്കാനുള്ള രീതിയിൽ എല്ലാ മെറ്റബോളിക് ആക്ടിവിറ്റീസിനെയും സ്ലോ ഡൗൺ ചെയ്തിട്ട് മാക്സിമം സ്റ്റോർ ചെയ്യിക്കാൻ ശ്രമിക്കും. അപ്പൊ പിന്നെ കിട്ടുന്ന ഫുഡിനെ ആദ്യം എന്താ ചെയ്യണേ, ഈ സ്റ്റോർ ചെയ്യാനുള്ള സെല്ലിലേക്ക് കൊണ്ടുപോകും. അപ്പോ അതാണ് നമ്മൾ മെറ്റബോളിസത്തിനെ സ്ലോ ഡൗൺ ചെയ്യിക്കുന്നു എന്ന് പറയുന്നത്. നമ്മളൊരു പ്രോപ്പർ മെത്തേഡിൽ എന്നും ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മെറ്റബോളിസം നടക്കും, ബോഡിയിലെ എല്ലാ ആക്ടിവിറ്റീസും ശരിക്കും നടക്കും, നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കും. ഓക്കെ, താങ്ക് യു മാം. ഒരു ഡൗട്ട് കൂടെ. വളരെ നല്ല പ്രസന്റേഷൻ ആയിരുന്നു, വളരെ നല്ല ഇൻഫോർമേറ്റീവ് ആയിരുന്നു. മാഡം, ഈ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ആഴ്ചയിലോ മാസത്തിലോ എങ്ങനെയാ അതിന്റെ റേറ്റിംഗ്? ഈ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് പല തരത്തിലാ. 12 12 മണിക്കൂർ ഭക്ഷണം കഴിക്കും, 12 മണിക്കൂർ ഫാസ്റ്റിംഗ്. അതല്ലെങ്കിൽ 14:10 അല്ലെങ്കിൽ 16:8 അങ്ങനെ പല രീതിക്കും ആക്കാം. അത് നമ്മുടെ കൺവീനിയൻസ് ആണ്, നമുക്ക് എത്രമാത്രം പറ്റുമോ. അപ്പൊ അതിൽ ഏറ്റവും നല്ല മെത്തഡ് രാത്രി നേരത്തെ ഭക്ഷണം കഴിക്കുക, എന്നിട്ട് അതിനനുസരിച്ചുള്ള സമയം കാൽക്കുലേറ്റ് ചെയ്തിട്ട് രാവിലെ ഭക്ഷണം കഴിക്കാം. ആ ഒരു കറക്റ്റ് ഷെഡ്യൂളിങ് നമുക്ക് ലൈഫ് ലോങ് കൊണ്ട് പോകാൻ പറ്റും. പക്ഷെ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗിൽ ഇപ്പൊ പറയുന്നുണ്ട് ഒരു ദിവസം മൊത്തം ഭക്ഷണം കഴിക്കാതിരിക്കുക, പിറ്റേ ദിവസം കഴിക്കുക. അങ്ങനെയൊക്കെ ഉള്ള ഒരു മെത്തഡൊക്കെ ആവുമ്പോൾ നമ്മൾ എന്ത് ഇങ്ങനെയുള്ള ഇതിലേക്ക് പോയാലും നമ്മൾ 4 ദിവസം ചെയ്യും. 5-ാമത്തെ ദിവസം നമുക്ക് മടുപ്പ് തോന്നും. എല്ലാവരും ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നു, നമ്മളൊക്കെ മാത്രമേ എന്ന് ഈ ഡയറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ലൈഫേ പോയി എന്നൊക്കെ നമുക്ക് തോന്നും. അങ്ങനെ തോന്നാതിരിക്കാൻ നമ്മുടെ ലൈഫിന് ഒരു നല്ല പാറ്റേൺ കൊണ്ടുവരിക. എപ്പോഴും എല്ലാ ദിവസവും ഞാൻ ഇത്ര സമയത്തിന് മുമ്പ് ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ രാവിലെ ഇന്ന സമയത്ത് കഴിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു പാറ്റേൺ നമുക്ക് ലൈഫ് ലോങ് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള പാറ്റേൺ ഇപ്പൊ 12:12 അല്ലെങ്കിൽ 14:10 അപ്പൊ നമ്മൾ ഒരു 7 മണിക്ക് വൈകുന്നേരം ഭക്ഷണം കഴിച്ച് നിർത്തിയ അത് ഇനി കറക്റ്റ് 10 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് രാവിലെ ഭക്ഷണം കഴിക്കാം. അല്ലെങ്കിൽ 14 hours ആണെങ്കിൽ ആ 14 hours കാൽക്കുലേറ്റ് ചെയ്തിട്ട് കഴിക്കുക. അപ്പൊ നമ്മുടെ ജോലി, നമ്മുടെ വീട്ടിലെ സാഹചര്യം,
നമ്മളുടെ വീട്ടിലെ ഏത് സമയത്താണോ കിടക്കുന്നത് അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കണം. നമ്മളിപ്പോ 7 മണിക്ക് ഭക്ഷണം കഴിച്ചു, അത് കഴിഞ്ഞിട്ട് 12 മണിക്കൂർ മണിക്കാണ് നമ്മുടെ വീട്ടിൽ ഉറങ്ങുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് വിശക്കും. അപ്പൊ ഭക്ഷണം എപ്പോഴാണോ നമ്മൾ ഉറങ്ങുന്നത് ആ ഉറങ്ങുന്നതിന് 2 മണിക്കൂർ മുമ്പ് ഭക്ഷണം കഴിച്ച് അവസാനിപ്പിക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ ഉറക്കം അതിലൊരു പ്രത്യേക കാര്യമാണ്. ഒരു ദിവസത്തിൽ അറ്റ്ലീസ്റ്റ് 7 മണിക്കൂറെങ്കിലും ഉറങ്ങിയില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും മന്ദീഭവിക്കും എന്നാണ് പറയുന്നത്. ഉറക്കം നമ്മുടെ ഹെൽത്തി ലൈഫ് സ്റ്റൈലിന് ഏറ്റവും അത്യാവശ്യമാണ്. ഫാസ്റ്റിംഗ് ചെയ്യുന്നവർക്കോ രാത്രിയിലെ ഭക്ഷണം കഴിക്കാൻ താങ്ക് യു പറ്റില്ല. വെരി മച്ച്. വളരെ വണ്ടർഫുൾ ഇൻഫർമേഷൻ. താങ്ക് യു. ഈ ഫാസ്റ്റിംഗ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതൊരു പാറ്റേൺ നമ്മൾ ഒരു മാസത്തേക്കല്ലേ ഫോളോ ചെയ്യുന്നുള്ളൂ. വാട്ട് അബൌട്ട് ടീ യൂസേജ് ഡെയിലി 3 to 4 ഫോർ ഡയബറ്റിക്? ചായ എന്ന് പറയുന്നത് തന്നെ നമ്മൾ ലൈഫിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ല കാര്യമാണ്. നീ അത്രയും നിർബന്ധമാണെങ്കിൽ ഒരു ദിവസം 1 ഗ്ലാസ് എന്നാണ് പറയണേ. ഡയബറ്റിക് ആയിട്ട് പേഷ്യൻസിന് ഒരു ദിവസം ഒരു ചായ അതും ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷെ മധുരം ഇടാതെയൊക്കെ 1 ഗ്ലാസ് കുടിച്ചു എന്ന് വെച്ചിട്ട് കുഴപ്പമില്ല. എന്താണ് നോട്ട് ഇനഫ് പറഞ്ഞേ? വോയിസ് ആയിട്ട് പറയാമോ? അതെ, നിങ്ങളുടെ പ്രോഗ്രാം ആദ്യം മുതൽ കേട്ടു. ഇടയിലൊന്ന് ബ്രേക്ക് ആയി, കുറെ ടൈമാണ്. ഞാനിപ്പോ പുറത്താണുള്ളത്, വിദേശത്താണുള്ളത്. വർഷങ്ങളായ ഡയബറ്റിക് പേഷ്യൻ്റ് ആണ് കേട്ടോ. ഇപ്പൊ ഇവിടെ പറഞ്ഞ പോലുള്ള എല്ലാ ഫുഡ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. വെള്ളം ആവശ്യത്തിന് കുടിക്കുന്നുണ്ട്. ഭക്ഷണത്തിൽ മാക്സിമം നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. സോൾട്ട്, ഷുഗർ അതുപോലുള്ള സ്പൈസസ് ഒന്നും ഉപയോഗിക്കാറില്ല. പക്ഷേ ഈ ജീവിതശൈലി രോഗത്തിന് അടിമപ്പെട്ടിട്ട് വർഷങ്ങളായി, 10-20 വർഷത്തോളായി. ഡയബറ്റിക് അതുപോലെ BP പോലുള്ള. പക്ഷേ ഈ ചായ മാത്രമാണ് ഇപ്പൊ നമ്മുടെ ലിസ്റ്റിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. റെഗുലറായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. 2-3 ചായയൊക്കെ ദിവസം കഴിക്കും. അപ്പൊ അത് എങ്ങനെ ഉണ്ടാകും എന്നാണ് ചോദ്യം. മധുരം ഉപയോഗിച്ചിട്ടാണോ? ഇല്ല, മധുരം ഒന്നും ഉപയോഗിക്കാറില്ല. മധുരം തീരെ ഉപയോഗിക്കാറില്ല. പക്ഷെ ഈ ടീയിലെയൊക്കെ കണ്ടന്റ് എന്ന് പറയുന്നത് നമുക്ക് അത്ര ഹെൽപ്ഫുൾ അല്ല. നമ്മുടെ ശരീരത്തിന് അത്ര യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം ഒന്നും അല്ല ഈ ടീനകത്തുള്ളത്. അപ്പോ ഒരെണ്ണം കുറച്ച് കൊണ്ടുവരാ, 1 മാസം കൊണ്ട് ഒരെണ്ണം കുറയ്ക്ക്, അടുത്ത മാസം കൊണ്ട് അടുത്ത കുറയ്ക്ക്, അങ്ങനെ റെഗുലർലി കുറച്ച് കൊണ്ടിട്ട് ഡെയിലി ഒരെണ്ണം ആക്ക്. ഓക്കെ. പിന്നെ ബാക്കി പിന്നെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ജീവിതശൈലി രോഗം നമ്മൾ ഒരു ടൈം ലിമിറ്റ് അനുസരിച്ച് ഡയബറ്റിക് ആയാലും മെഡിസിൻ എടുക്കുന്നുണ്ട്, BP ആയാലും മെഡിസിൻ എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഫുഡ് കൺട്രോളിങ് അല്ല ലൈഫ് സ്റ്റൈൽ മാറ്റി കഴിഞ്ഞാൽ അതിൽ ഒരു റെമഡി ഉണ്ടാവുമോ? അല്ലാന്നുണ്ടെങ്കിൽ അത് ജീവിതാവസാനം വരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമോ? ലൈഫ് സ്റ്റൈൽ ഓക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് റെഡി ആവും. കാരണം അങ്ങനെ റെഡി ആയ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. അവര് ലൈഫ് സ്റ്റൈൽ മാത്രം ചേഞ്ച് ചെയ്ത് അവര് സ്വന്തം ആവശ്യമാണ്, ആരും ആരെ നിർബന്ധിക്കണ്ട, ആരും പറ്റിക്കുന്നില്ല. അതായത് ആരും കാണാതെ മധുരം കഴിക്കുന്നില്ല, ആരും നമ്മൾ ഡെയിലി വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമ്മളെ ചെയ്യുന്നില്ല. ആ ഒരു കറക്റ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മളോട് സത്യസന്ധമായിട്ടാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അത് മാറുന്ന നമ്മൾ തന്നെ വിശ്വസിക്കണം. ഒരിക്കലും ഇത് മാറുവോ എന്നുള്ള ഒരു ചിന്ത അത് ഒരിക്കലും നമുക്ക് നല്ലതല്ല. ഇത് മാറും എന്ന്, എന്നെ കൊണ്ട് ഇത് മാറ്റാൻ പറ്റും എന്ന് നമ്മൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറ്റും. പിന്നെന്താ, നമ്മുടെ 5 പോയ്സൺസിലെ ലാസ്റ്റ് ഇപ്പൊ വിട്ടുപോയൊരു സബ്ജക്ട്, ഒരു ടോപ്പിക് ഉണ്ടല്ലോ, മൈദ എന്ന് പറയുന്നത്. അത് ജീവിതത്തിൽ ഇപ്പോ സാധാരണ മലയാളിയുടെ ഒരു ഭക്ഷണത്തിന്റെ മെയിൻ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ ഈ വൈറ്റ് റൈസ് എന്ന് പറയുന്നത് ഇപ്പൊ 99% ആളുകളും ഉപയോഗിക്കുന്നതാണ് വൈറ്റ് റൈസ്. നമ്മളൊക്കെ ഉപയോഗിക്കുന്ന നമ്മുടെ തവിടുള്ള സ്പെഷ്യലായിട്ട് വന്ന റൈസുകളുണ്ട്, ചുവന്ന റൈസുകൾ. അത് മാത്രമാണ് ഞങ്ങളൊക്കെ ഉപയോഗിക്കാറുള്ളത്. അതും വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി. അപ്പോ ഇതൊക്കെ ഇത് കൂടുതൽ പബ്ലിസിറ്റി കൊടുക്കേണ്ടതല്ല സാധാരണക്കാർക്ക്. ഇതുപോലുള്ള ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും മാറിയിട്ട് ഇതുപോലുള്ള രീതിയിലേക്ക് പോകുന്ന അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ ആളുകൾക്ക് ശരിക്കും നമുക്ക് ഉപയോഗിക്കാമല്ലോ, ചെയ്യാൻ പ്രയാസം. ചായ പോലത്തെ ചായ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്ന ആളുകളാണ്. അപ്പൊ ഞാനിപ്പോ ചായ കുടിക്കുന്നതിന് പകരം നമ്മൾ വെള്ളം കയ്യിൽ വെച്ചിരിക്കുകയാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ടൈം മാനേജ്മെന്റ് ഒന്നും നടക്കില്ല. ഓഫീസിൽ വന്നിരിക്കുമ്പോൾ വാച്ച് ഒന്നും വെച്ചിട്ട് നമ്മൾ അത് പ്രാക്ടിക്കൽ അല്ല. പക്ഷെ എങ്കിലും നമുക്ക് വെള്ളം കുടിക്കണം തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് എടുത്തിട്ട് ബോട്ടിലെടുത്ത് അടുത്ത് വെച്ചാൽ നമുക്ക് ഓഫീസിലിരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം എളുപ്പമാണ്. പക്ഷെ അങ്ങനെയായി ചായയൊക്കെ ഒഴിവാക്കാൻ പറ്റും നമുക്ക്. പക്ഷെ അതുപോലെ തന്നെയാണ് മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾ. ഇപ്പൊ ഇവിടെ സോൾട്ട് ഒഴിവാക്കാൻ പറ്റും, ഷുഗർ ഒഴിവാക്കാൻ പറ്റും, റൈസസ് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും,
പിന്നെ ഇപ്പൊ മൈദ പോലത്തെ സാധനങ്ങൾ ഇപ്പൊ ഈ പൊറോട്ട ഒക്കെ ഇപ്പൊ ഇവിടെ ഒരു മെയിൻ ഫുഡാണ് ഇവിടെ ഒരു ഭാഗം ഒരു ദിവസം. അപ്പൊ എങ്ങനെയൊക്കെയുള്ള അത് പ്രയാസങ്ങളുണ്ട് ഇവിടെ. ലൈഫ് ലോങ് അല്ലെ, ഡെയിലി 2 പൊറോട്ട കഴിക്കില്ല, മാസത്തിൽ 2 പൊറോട്ട കഴിച്ചെന്ന് ഓർത്ത് നമുക്കൊന്നും സംഭവിക്കില്ല. അതെ, പൊറോട്ട മൈദ അല്ലാതെ വീട്ടിൽ വരുന്ന പൊറോട്ട അത് കഴിക്കുന്നതിൽ പ്രശ്നമുണ്ടോ? വീട്ടിൽ വന്നാലും ഇതിനകത്ത് ചേർക്കുന്ന ഓയിലും ശരിക്കും നമുക്കറിയാം. ഒരു പൊറോട്ട ഉണ്ടാക്കുന്ന ഒരു വീഡിയോ എടുത്തിട്ട് പ്രിസർവേറ്റീവ്സ് കണ്ടിട്ടുണ്ടോ? ഉണ്ടാവും. പ്രിസർവേറ്റീവ്സ് മാത്രല്ല, നന്നായി ഓയിൽ ചേർത്തിട്ടാണ് ഇതിനെ ആ ഒരു ഷേപ്പിലാക്കി എടുക്കുന്നത്. നമ്മളൊരു പൊറോട്ട ഉണ്ടാക്കുന്ന ഒരു വീഡിയോ യൂട്യൂബിൽ എടുത്ത് കണ്ടു നോക്കി, എന്തുമാത്രം ഓയിൽ, ഫ്രൈ ചെയ്യുന്നേക്കാൾ കൂടുതൽ ഓയിൽ അതിനകത്ത് ചേരുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആഗ്രഹത്തിന്റെ പുറത്ത് നമ്മൾ മനുഷ്യരാണ്, ഉറപ്പായിട്ട് നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിന് പുറത്ത് വല്ലപ്പോഴും 1-2 കഴിക്കുക എന്നുള്ള, കഴിക്കുമ്പോൾ ഒരു 4 ബൈറ്റ് ടെക്നിക്ക് ഉണ്ടെന്നാ പറയുന്നത്. എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്ന സാധനത്തിനെ എടുത്ത് 1 കടിക്കുക, നന്നായി ചവച്ചിറക്കുക, 2, 3, 4 അത് അവസാനിപ്പിക്കുക. അപ്പോ നമ്മുടെ ആ ഒരു, നമ്മുടെ ശരീരത്തിനെയും നമ്മുടെ നാവിനെയും എല്ലാത്തിനെയും സാറ്റിസ്ഫൈ ചെയ്യിച്ചു. എന്നാൽ നമ്മുടെ ശരീരത്തെ നമ്മൾ പറ്റിച്ചില്ല. ശരീരത്തിനെ ഒരിക്കലും ഇതിലേക്ക് എത്തിച്ചു വിടരുത്. നമ്മൾ ശരീരം അൺഹെൽത്തി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രോഗങ്ങളെ നമ്മൾ വിളിച്ചു വരുത്തി കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ കൂടെ കൂട്ടിക്കഴിഞ്ഞിട്ട് മാറ്റി നിർത്താൻ എളുപ്പമല്ല. അത് നല്ല ബുദ്ധിമുട്ടാവും. നമ്മൾ വരാതെ നോക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യം. ശ്രമിച്ചു നോക്കട്ടെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. താങ്ക് യു, അപ്രീഷിയേറ്റഡ് യുവർ സർവീസ്. നല്ല പ്രസന്റേഷൻ ആയിരുന്നു. ഫൈസൽ സാർ, റിയലി അപ്രീഷിയേറ്റഡ് യുവർ ടീം. Okay, thank you so much, Ajmi. Anyway, it was a wonderful presentation. നമ്മൾ സാധാരണ ഈ ഇൻവെസ്റ്റ് ഇൻ വെൽബീയിങ് എന്നൊക്കെ പറഞ്ഞ ഒരു നോർമൽ നമ്മുടെ ഹെൽത്തുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകൾ സാധാരണ ഈ ട്രൈ ചെയ്താണ് അവതരിപ്പിക്കാൻ പറ്റുക. ബട്ട് അജ്മി യു ഡിഡ് ഇറ്റ്സ് എ റൈനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രൂപത്തിൽ അത് എല്ലാവർക്കും ആ ഫീഡ്ബാക്ക് പറയാട്ടോ. നിങ്ങളൊരു നല്ല ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ യു ക്യാൻ എന്താണ് ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് യൂസ് ചെയ്തുകൊണ്ട് പറയാം എങ്ങനെ ഉണ്ടായിരുന്നു പ്രസന്റേഷൻ. നല്ല രൂപത്തിൽ തന്നെ പ്രസന്റ് ചെയ്തു. ആൻഡ് അജ്മി, ഇഫ് യു ക്യാൻ പുട്ട് യുവർ നമ്പർ, നിങ്ങൾക്ക് അജ്മിക്ക് ചാറ്റ് ബോക്സിൽ നമ്പർ ഇടുകയാണെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് മാഡത്തിനോട് നേരിട്ട് ചോദിക്കാവുന്നതാണ്. സോ അതേപോലെ തന്നെ എല്ലാവരും നല്ലോണം ശ്രവിച്ചു എന്നതിൻ്റെതായിരുന്നു. ഇത്രയധികം നല്ലോണം ക്വസ്റ്റ്യൻസ് വന്നു. സോ അതിനൊക്കെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു. സോ ഇറ്റ് വാസ് എ ഫാന്റാസ്റ്റിക് പ്രസന്റേഷൻ അജ്മി. താങ്ക് യു. ആൻഡ് നെക്സ്റ്റ് മൺഡേ നമുക്ക് ഇതേപോലെ തന്നെ ക്ലാസ് ഉണ്ടാവും. നെക്സ്റ്റ് മൺഡേ 7 o'clock നമ്മൾ ക്യാഷ് ഫ്ലോ മാനേജ്മെന്റ് ആൻഡ് ഷുവർ ഇവന്റ് മാനേജ്മെന്റിനെ കുറിച്ചിട്ട് മിസ്റ്റർ ബാബു ഫ്രം വൈപ്പിൻ അദ്ദേഹം ഇവിടെ ഉണ്ട്. അവരായിരിക്കും നമ്മുടെ ക്ലാസ് ലീഡ് ചെയ്യുക. ആൻഡ് അതേപോലെ തന്നെ അതിനുശേഷമുള്ള എല്ലാ മൺഡേകളിലും നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടാകും. സോ എല്ലാവരും അറ്റൻഡ് ചെയ്യുക. സോ താങ്ക് യു അജ്മി, ഇറ്റ് വാസ് എ ഗ്രേറ്റ് സെഷൻ. ആൻഡ് നമ്മൾ വൈൻഡപ്പിലേക്ക് പോവാണ്. അജ്മി, ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ഞാൻ നമ്പർ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് അറിയാവുന്ന അത്ര, എന്റെ പറ്റുന്ന അത്രയും നോളജിനനുസരിച്ചും പിന്നെ ആരോടെങ്കിലും ചോദിച്ചു വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പോ നമ്പർ സേവ് ചെയ്തോളാം, ചോദിച്ചോളാം, ഒരു പ്രശ്നമില്ല. ഓക്കെ, ഗ്രേറ്റ്. സോ നമ്മൾ വൈൻഡപ്പിലേക്ക് കടക്കുന്നു. സോ റാഷിദ is there? Yes, sir. Okay, Rashida, please. Good evening, all. I'm Rashida. Wimble Academy നടത്തുന്ന 10th ബാച്ചിന്റെ ട്രെയിനിങ് കോഴ്സിലാണ് ഉള്ളത്. ഇപ്പൊ നമ്മള് വിംബിൾ അക്കാദമി നടത്തുന്ന മൺഡേ വെബിനാർ സീരീസിലാണ് ഇൻവെസ്റ്റ് ഇൻ വെൽബീയിങ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കില് അജ്മീർ നടത്തിയ ടോപ്പിക് വണ്ടർഫുൾ വൺ. ഒന്നും പറയാനില്ല. പിന്നെ അത്രയധികം നല്ല രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ആ പേര് തന്നെ ഉണ്ട്, ഇൻവെസ്റ്റ് ഇൻ വെൽബീയിങ് എന്ന് പറയുന്ന പേര് തന്നെ. നമ്മളെ ബാക്കി എല്ലാ കാര്യത്തിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് താല്പര്യം ഉണ്ടാവും. നമ്മുടെ ഹെൽത്തില് അല്ലെങ്കിൽ നമ്മുടെ വെൽബീയിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് പലപ്പോഴും സമയം കിട്ടാതെ വരിക. അതല്ലെങ്കിൽ നമ്മൾ പിന്നെ അതിൽ അത്രയധികം ശ്രദ്ധ കൊടുക്കാതെ വരുന്ന ഒരു ടൈമൊക്കെയാണ്. പലരും ജോബിന്റെ പേര് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇനിയിപ്പോ ഫുഡിന്റെ കാര്യമാണെങ്കിൽ തന്നെ എല്ലാവരും ടേസ്റ്റിനെ, നേരത്തെ മാഡം പറഞ്ഞ പോലെ തന്നെ ടേസ്റ്റിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അല്ലെങ്കിൽ അതിൽ എത്രത്തോളം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഭവങ്ങൾ കൂടിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സെഷൻ എന്ന് പറയുന്ന ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ തലത്തിലും ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും
നമ്മൾ വെൽബീയിങ്ങിന് അല്ലെങ്കിൽ ഹെൽത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരിത്തിരി മടി കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അത് അറിയാതെ പോകുന്നുണ്ട്. അങ്ങനെ അറിയാതെ പോകുന്നവർക്കൊക്കെ നല്ല രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ തന്നെ ഒരുപാട് നമുക്ക് ആവശ്യപ്പെടുന്ന രീതിയിൽ തന്നെ, ആവശ്യമാകുന്ന രീതിയിൽ തന്നെ നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സീരീസ് അടുത്ത മൺഡേ വേറൊരു ടോപ്പിക്കാണ് നമുക്ക് ഉണ്ടാവുക. ഈ ഒരു അവസരം നമുക്ക് ഒരുക്കി തരുന്ന ഫൈസൽ സാറിനും നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ ഒരു സെമിനാർ ഇത്ര നേരം കേട്ടുകൊണ്ടിരുന്ന എല്ലാ മെമ്പേഴ്സിനും നന്ദി അറിയിക്കുന്നു. അടുത്ത മൺഡേ വേറൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് ഒരുമിക്കാം. താങ്ക് യു ആൾ.